ഓക്കെ, ഗുഡ് മോർണിംഗ് എവരിബഡി. നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പൊസിഷൻ ടൈം ഇക്വേഷൻ, പൊസിഷൻ ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം റിലേഷൻ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ച ഒരു പ്രധാന കൺസെപ്റ്റാണ്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ യു വിൽ ഗെറ്റ് വെലോസിറ്റി, നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടും. പിന്നെ അങ്ങനെ സ്ലോപ്പ് കാണുമ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സ്ലോപ്പ് കാണൽ വളരെ ഈസിയാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞാൽ ആ വസ്തു വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ യൂണിഫോം മോഷനിലാണ്. യൂണിഫോം മോഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമെന്നും, സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കുമെന്നും, ടൈമിലെ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അതിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി കിട്ടും എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാണണമെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ദി ടൈം റേറ്റ് ഓഫ് ചേഞ്ച്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതാണ് വെലോസിറ്റിയുടെ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ ഡെഫിനിഷനായിട്ട് നമ്മൾ പഠിച്ചത്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. രണ്ടും പറയാം, രണ്ടും ഒന്ന് തന്നെയാണ്. പൊസിഷൻ എങ്ങനെയാണോ ചേഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ചെയ്യുക. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇനി ഇങ്ങനെ വെലോസിറ്റി കാണണമെങ്കിൽ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാണണമെങ്കിൽ, യൂണിഫോം മോഷൻ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, എപ്പോഴും ഒരേ വെലോസിറ്റിയാണ്. അപ്പോൾ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ മതി, അതിനൊരേ ഒരു വെലോസിറ്റിയേ ഉള്ളൂ. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും ഒക്കെ ആ കേസിൽ സെയിം ആണ്. നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ലാത്ത, വെലോസിറ്റി മാറുന്ന ചലനം. അത്തരം മോഷൻസിൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആവില്ല, അതിൻ്റെ പൊസിഷൻ ടൈം റിലേഷൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി ഒക്കെ വരാം, ഫസ്റ്റ് ഡിഗ്രി ആവില്ല. അപ്പോൾ അവിടെ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് സമയത്തുള്ള സ്ലോപ്പാണോ കാണേണ്ടത് ആ സമയത്ത് ആ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചിട്ട് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് കാണേണ്ടത് എന്ന് പറഞ്ഞു. ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കാണുന്നതിന് പകരം, അല്ലെങ്കിൽ ഏതൊരു ഗ്രാഫിൻ്റെയും സ്ലോപ്പ് കാണുന്നതിന്, ഗ്രാഫ് വരച്ച് സ്ലോപ്പ് കാണുന്നതിന് പകരം ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ തന്നാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ബേസിക് കാര്യങ്ങളും പറഞ്ഞു. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ബേസിക് റിലേഷൻ ഞാൻ പഠിപ്പിച്ചു, എങ്ങനെയാണ് ഡിഫറൻഷിയേഷൻ നടത്തുക എന്നുള്ളത്. അതിൻ്റെ രണ്ട് റിസൾട്ടുകളാണ് തന്നത്. ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ ടൈം ഡെറിവേറ്റീവ് ഓഫ് എ പ്ലസ് ബി. എ ഒരു ഫംഗ്ഷനാണ്, ബി ഒരു ഫംഗ്ഷനാണ് ടൈമിൻ്റെ. ഇപ്പോൾ എ പ്ലസ് ബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എ പ്ലസ് ഓർ മൈനസ് ബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പ്ലസ് ഓർ മൈനസ് ഇടുക, ബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് എനെയും ബിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നറിയണമെങ്കിൽ ആ എയും ബിയും നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷനെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക. ഏതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? എക്സ് ഇസ് ഈക്വൽ ടു എ ടി റേസ് ടു എൻ എന്നുള്ള ഫോമുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എ, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എൻ എന്ന് തിരിച്ചറിയുക. അത് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എ ടി റേസ് ടു എൻ എന്നുള്ള ഫോമിൽ എഴുതിയ ഇക്വേഷൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്ത റിസൾട്ട് കാണാൻ നേരെ നോക്കി നിങ്ങൾക്ക് എഴുതാം. ഇറ്റ് ഈസ് എ എൻ ടി റേസ് ടു എൻ മൈനസ് 1. ഇതായിരുന്നു പഠിപ്പിച്ച റിസൾട്ട്. ഇത് ഉപയോഗിച്ചുള്ള ഡിഫറൻഷിയേഷൻ്റെ പ്രോബ്ലംസാണ് ഇന്ന് കാര്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ ആ റിസൾട്ടുകൾ മനസ്സിൽ കൊണ്ട് ഓർമ്മിച്ച് വെക്കുക. പേനയും പേപ്പറൊക്കെ എടുത്തിട്ട് അതിൽ എഴുതുക. ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ കൂടെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത റിസൾട്ട്, ഞാൻ റിസൾട്ട് പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങളത് കണ്ടെത്തുക. നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട റിസൾട്ട് എ ടി റേസ് ടു എൻ എന്ന ഫോമിലുള്ള ഫംഗ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് വരിക എൻ ഇൻറ്റു എ, അല്ലെങ്കിൽ എ ഇൻറ്റു എൻ ഇൻറ്റു ടി റേസ് ടു എൻ മൈനസ് 1. പവർ ഒന്ന് കുറഞ്ഞു വരും. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പൊസിഷൻ ടൈം ഇക്വേഷൻ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി വെലോസിറ്റി. വെലോസിറ്റി ടൈം റിലേഷൻ ഇക്വേഷൻ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി ആക്സിലറേഷൻ. അങ്ങനെ പോകുന്നത്. നമുക്ക് ആക്സിലറേഷൻ വരെ ഉള്ളൂ, അതുവരെ മതി, മോഷൻ പഠിക്കാൻ അത് മതി.
ഓക്കെ, അപ്പോൾ ആ ഡിഫറൻഷിയേഷൻ ഒന്നും കൂടി പഠിച്ച ശേഷം ആക്സിലറേഷനിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയറിംഗ് മോഡിലേക്ക് പോവുകയാണ്. So these two are the results. ഇതൊരു ജനറൽ ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഏതെങ്കിലും രണ്ട് ഫംഗ്ഷന്റെ സമ്മിനെയോ ഡിഫറൻസിനെയോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എത്ര ടേം ഉണ്ടെങ്കിൽ എ പ്ലസ് ഓർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സി ഉണ്ടെങ്കിലും ഒക്കെ അതേപോലെ എഴുതാം. ഡി ബൈ ഡി ടി ഓഫ് എ പ്ലസ് ഓർ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ബി പ്ലസ് ഓർ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് സി, അങ്ങനെ എഴുതി പോവാം എത്ര എണ്ണം ഉണ്ടെങ്കിൽ. ദിസ് ഈസ് ദി കോർ റിസൾട്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എ ടി റൈസ് ടു എൻ എന്നുള്ള ഫോമിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പൊസിഷൻ ടൈം റിലേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഇക്വേഷൻ ഒക്കെ എ ടി റൈസ് ടു എൻ ഫോമിലാണോ ചെക്ക് ചെയ്യാം. ആണെങ്കിൽ യു ക്യാൻ ഡിഫറൻഷിയേറ്റ് ഇറ്റ്. എല്ലാത്തിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നില്ല. തൽക്കാലം ഈ ഫോമിലുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ആദ്യം പഠിക്കും. അത് എ ടി റൈസ് ടു എൻ ഫോമിലാണെങ്കിൽ എ ഐഡൻറ്റിഫൈ ചെയ്യണം, എൻ ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ഗുണം എൻ, എ ഇൻറ്റു എൻ ഇൻറ്റു ടി റൈസ് ടു എൻ മൈനസ് 1. അപ്പോൾ അതിലുള്ള പ്രോബ്ലംസ് ചെയ്യുക. ഫസ്റ്റ് ഇതല്ല, ഓക്കെ. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ഫോളോയിങ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടി. ഇതിൽ എക്സ് ഈക്വൽ ടു 3t എന്നുള്ള ഈ ഫംഗ്ഷൻ ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആണ് നമ്മൾ ചെയ്തു. എക്സിനെ 3t റൈസ് ടു 1 എന്ന് എഴുതി. കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് റിസൾട്ട്, ഇതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഇവിടെ ഈ റിസൾട്ടിൻ്റെ ആവശ്യം ഇതിൽ വന്നിട്ടില്ല, ഇതൊരൊറ്റ ടേമേ ഉള്ളൂ. അപ്പോൾ 3a സ്ഥാനത്ത് 3 വരുന്നു, n സ്ഥാനത്ത് 1 വരുന്നു. ഇതിനെ 3t റൈസ് ടു 1 എന്ന് എഴുതാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3t റൈസ് ടു 1 3a3 ഇൻറ്റു n 1t റൈസ് ടു n മൈനസ് 1 1 മൈനസ് 1 1 മൈനസ് 1 3t റൈസ് ടു 0 3. ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ പറയണം, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു കെ ടി സ്ക്വയർ. അങ്ങനെ തരുമ്പോൾ കെ ഒരു കോൺസ്റ്റന്റ് ആണ് എന്നാണ് അസ്യൂം ചെയ്യേണ്ടത്. കെ ഒരു കോൺസ്റ്റന്റ് ആണ്, ടി ആണ് മാറുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു കെ ടി സ്ക്വയർ. ഇതിനെ നമ്മൾ ഇതും ഒരൊറ്റ ടേമേ ഉള്ളൂ, അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഈ കെ ടി സ്ക്വയറിന് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കെയുടെ സ്ഥാനത്ത് എ ആണെന്ന് തിരിച്ചറിയാം. കമ്പയർ വിത്ത് ദിസ് ഇക്വേഷൻ കെ ഇസ് ഈക്വൽ ടു എ, അല്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് കെ, എ സമം കെ എന്ന് കിട്ടും. എൻ്റെ സ്ഥാനത്ത് 2 ആണ് വരുന്നത്. സോ ദ റിസൾട്ട് ഈസ് കെ എ എൻ ടി റൈസ് ടു എൻ മൈനസ് 1 ആണ്. സോ കെ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ടി റൈസ് ടു 2 മൈനസ് 1 2 കെ ഇൻറ്റു 2 പറഞ്ഞാൽ 2k ഇൻറ്റു ടി റൈസ് ടു 2 മൈനസ് 1 ടി റൈസ് ടു 1. സോ ഇറ്റ് ഈസ് 2kt. സോ 2kt എന്ന് വരും. ഇത് വളരെ ഈസിയാണ്. നിങ്ങൾ ഇവിടെ വന്ന പവർ ഒന്ന് കുറച്ച് കൊടുക്കണം, ആ പവറിനെ ഇതുകൊണ്ട് ഗുണിക്കും വേണം. ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഇവിടെ 1 ഇൻറ്റു 3 എന്നാണ് ചെയ്യേണ്ടത്. 1 ഇൻറ്റു 3 എന്നാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ 3t റൈസ് ടു 1 മൈനസ് 1 0. ഇവിടെ നോക്കുക 2 ഇൻറ്റു കെ എന്നാണ് റിസൾട്ട് വരിക. 2k ഇൻറ്റു ടി റൈസ് ടു 2 മൈനസ് 1 2 റൈസ് ടു 1. അതങ്ങനെ ഏത് പവറിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2.7 എക്സ് ഇസ് ഈക്വൽ ടു 2.7. ഇതിൽ ടി തന്നെ ഇല്ല, ഇതിനെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? ഇതിനെ നമുക്ക് ഈ ഫോമിലേക്ക് കൊണ്ടുവരാം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 2.7 അല്ലെങ്കിൽ എനി കോൺസ്റ്റന്റ്. 2.7 എന്ന് പറയുന്ന നമ്പർ എക്സ് ഇസ് ഈക്വൽ ടു കെ, എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നൊക്കെ തന്നാൽ അത് കോൺസ്റ്റൻസ് ആണ്, ടൈം അതിലില്ല. അപ്പോൾ അത്തരം ആളുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക? ആൻസർ 0 ആയിരിക്കും. നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ട ഒരു റിസൾട്ടായിട്ട് തന്നെ പഠിച്ചു വെക്കാം. ഏതൊരു കോൺസ്റ്റന്റ് ടേമിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് 0 ആയിരിക്കും. നോക്കുക, 2.7 നമുക്ക് 2.7 ഇൻറ്റു ടി റേസ് ടു 0 എന്ന് എഴുതാം. ബിക്കോസ് ടി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ദിസ് ഈസ് 2.7 ഇൻറ്റു 1 എന്ന് വരും, വിച്ച് ഈസ് 2.7. അപ്പോൾ ഏത് നമ്പറിന് തന്നാലും അതിനെ ഇൻറ്റു ടി റേസ് ടു 0 എന്ന് എഴുതാം. അപ്പോൾ അത് ഈ ഫോമിലായി. ഈ ഫോമിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഇവിടെ എൻ്റെ സ്ഥാനത്ത് 2.7 എന്ന് വരും, എന്നിൻ്റെ സ്ഥാനത്ത് 0 എന്ന് വരും, എന്നിൻ്റെ സ്ഥാനത്ത് 0 എന്ന് വരും. അപ്പോൾ റിസൾട്ട് നോക്കാം. A 2.7 n 0. Therefore
d by dt of 2.7 is equal to d by dt of 2.7 into t raised to 0 എന്ന് എഴുതാം. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2.7 ഇൻറ്റു എന്നിൻ്റെ വാല്യൂ 0 ഇൻറ്റു ടി റേസ് ടു 0 മൈനസ് 1. അപ്പോൾ ഇവിടെ ഇൻറ്റു 0 വന്നത് കൊണ്ട് ഫൈനൽ റിസൾട്ട് എന്താവും 0. സോ ദ റിസൾട്ട് ഈസ് 0. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു കെ, ഒരു എനി കോൺസ്റ്റൻറ്റ്, ഇവിടെ ഇപ്പോൾ കെൻ്റെ വാല്യൂ 2.7 എന്ന് കൊടുത്തു. ഏത് കോൺസ്റ്റൻ്റ് ആണെങ്കിലും നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് 0 എന്ന് കിട്ടും. മനസ്സിലാക്കേണ്ടത് ഒരു കോൺസ്റ്റൻറ്റ് ടേമിനെ 5, 10, കെ, പൈ, എ, ബി ഇങ്ങനെയൊക്കെയുള്ള കോൺസ്റ്റൻസിനെ ജി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഇസ് എ കോൺസ്റ്റന്റ്. ഇത്തരം ടേംസിനെയൊക്കെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, അതായത് ടൈമിനനുസരിച്ച് മാറാത്ത ഏതൊരു ക്വാണ്ടിറ്റിനെയും ടൈമിനനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ റിസൾട്ട് 0 ആയിരിക്കും. കാരണം അത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഇല്ല, ടൈമിന് ചേഞ്ച് ഇല്ല, 0 ആണ് റേറ്റ് ചേഞ്ച്. അപ്പോൾ അതുകൊണ്ട് 0 എന്ന് കിട്ടും. അങ്ങനെ അതിൻ്റെ ലോജിക്കലായിട്ട് മനസ്സിലാക്കാം. മാത്തമാറ്റിക്കലി റിസൾട്ട് ഉപയോഗിച്ചും ഇത് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം എവിടെ വന്നാലും അതിൻ്റെ കോൺസ്റ്റൻറ്റ് ടേം മാത്രം വന്നാൽ കേട്ടോ, 2.7 എന്ന് വന്നാൽ ഡിഫറൻഷിയേഷൻ 0 ആവില്ല. 2.7 മാത്രം വന്നാൽ ഡിഫറൻഷിയേഷൻ 0. കെ എന്ന് വന്നാൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആണ് കിട്ടുക. KT എന്ന് വന്നാൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 അല്ല. മീൻസ് കോൺസ്റ്റൻറ്റ് ടേം ആണ് ഉള്ളൂ എങ്കിൽ ഡിഫറൻഷിയേഷൻ്റെ റിസൾട്ട് 0 ആയിരിക്കും. ഇതെപ്പോഴും ഓർത്തിരിക്കണം. നമുക്ക് പലപ്പോഴും ഇത് ആവശ്യം വരും. നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസിലൊക്കെ ഈ കോൺസ്റ്റൻറ്റ് ടേംസ് ഉണ്ടാവും. So therefore derivative of any constant is 0. ടൈമിനനുസരിച്ച് മാറാത്ത ആളുകളെയാണ് നമ്മളിവിടെ കോൺസ്റ്റന്റ് എന്ന് പറയും. അത്തരം ആളുകളുടെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. നമ്മൾ ഈ ചാപ്റ്ററിൽ ഫുള്ള് നമ്മൾ ഈ കാര്യമായിട്ട് നമ്മൾക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ള ഡെറിവേഷൻസ് അധികവും വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ടൈം അനുസരിച്ചുള്ള ഡിഫറൻഷിയേഷൻ പ്രത്യേകമായിട്ട് പറയുന്നത്. സോ ഡെറിവേറ്റീവ് ഓഫ് എനി കോൺസ്റ്റന്റ് ഈസ് 0. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. കോൺസ്റ്റന്റ് ടേം എന്നാൽ അത് 0. ഇനി വേറൊരു എക്സാമ്പിൾ, കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേഷൻ തോന്നുന്ന ഒരു എക്സാമ്പിളാണ്. അത് നോക്കി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മളെ റൂള് തന്നെയാണ്, ഈ സാധനം തന്നെയാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. ഇത് തന്നെയാണ് നമ്മുടെ റിസൾട്ട്. ഒരു സിംഗിൾ ടേമേ ഉള്ളൂ. എക്സ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു റൂട്ട് 3 ടി റേസ് ടി ക്യൂ, റൂട്ട് ഓഫ് 3 ടി ക്യൂ. ഇതിനൊന്ന് മാറ്റി എഴുതണം. 3 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു ടി റേസ് ടു 3/2 എന്ന് എഴുതാം. ടി ക്യൂബിൻ്റെ റൂട്ട് എടുത്താൽ ടി ക്യൂബ് ഓൾ റേസ് ടു 1/2 എന്ന് വരും. ടി ക്യൂബ് റേസ് ടു 1/2 പറഞ്ഞാൽ ടി റേസ് ടു 3/2. ഇതിനെ ഇങ്ങനെ എഴുതാം. അത് നിങ്ങൾ ഇതുവരെ പഠിച്ച മാത്സിൽ നിന്ന് നിങ്ങൾക്ക് കഴിയണം. എക്സ് ഇസ് ഈക്വൽ ടു 3 റൂട്ട് 3 റേസ് ടു ഇൻറ്റു ടി റേസ് ടു 2/3. ഇനി കാര്യങ്ങൾ വളരെ ഈസിയായി. ഇതുമായിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കമ്പയർ ചെയ്താൽ എന്ത് കിട്ടും? ഇതിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് എക്സിനെ. അപ്പോൾ ഇവിടെ എൻ്റെ സ്ഥാനത്ത് വരുന്നത് ടി റേസ് ടു എന്നോട് കമ്പയർ ചെയ്താൽ എൻ്റെ സ്ഥാനത്ത് വരുന്നത് 3 റൂട്ട് 3 എന്നാണ്. 3 ഇൻറ്റു റൂട്ട് 3 ആണ് എ. എന്നിൻ്റെ സ്ഥാനത്ത് വരെ 3/2 ആണ്. സോ എ ഇസ് ഈക്വൽ ടു 3 റൂട്ട് 3, എൻ ഇസ് ഈക്വൽ ടു 3/2. കമ്പയർ ചെയ്താൽ ഇതിനെ ഈ സ്റ്റാൻഡേർഡ് റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്താൽ യു വിൽ ഗെറ്റ് എ ഈക്വൽ ടു 3 റൂട്ട് 3, എൻ ഇസ് ഈക്വൽ ടു 3/2. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇതിനകം തന്നെ റിസൾട്ട് കണ്ടെത്തിയിട്ടുണ്ടാവും. നിങ്ങൾ പറയണം ശരിക്കും റിസൾട്ട്, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത റിസൾട്ട് എത്രയാണ്. ഈസി ആയിട്ട് കണ്ടെത്താം. പേനയും ബുക്കൊക്കെ എടുത്തിരിക്കണം എന്ന് പറഞ്ഞാൽ അതാ. അതോടൊപ്പം ചെയ്യണം, നോട്ട് ബുക്കിൽ ചെയ്തിട്ട് അത് റിസൾട്ട് കണ്ടെത്തണം. മറ്റു റിസൾട്ട് നിങ്ങൾ പറയണം. അപ്പോഴേത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് ബോധ്യപ്പെടും. ഏതായാലും ഞാനിത് ചെയ്യാം. സോ ഡി ബൈ ഡി ടി ഓഫ് 3 റൂട്ട് 3 ടി റേസ് ടു 3/2 അങ്ങനെ എഴുതിയല്ലോ. ഇതാ. സോ എ എന്ന് പറയുന്നത് 3 റൂട്ട് 3. സോ എ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ 3/2. സോ 3/2 എ ഇൻറ്റു എൻ ഇൻറ്റു ടി റേസ് ടു n - 1, ടി റേസ് ടു 3/2 - 1. അപ്പോൾ 3/2 - 1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 3/2 എന്ന് 1 കുറച്ചാൽ 1/2 ആണ്. സോ 3 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു ടി റേസ് ടു 1/2 ഇത് ചെയ്താൽ 3 റൂട്ട് 3 എ ആണ്, 3/2 എൻ ആണ്, ടി റേസ് ടു 3n - 1 ആണ് ഈ ചെയ്തത്. അപ്പോൾ 3 റൂട്ട് 3 ഇൻറ്റു ടി റേസ് ടു 3/2 - 1 ചെയ്താൽ ഹാഫ് ആണ് കിട്ടുക, 1/2 ആണ് കിട്ടുക. ടി റേസ് ടു 1/2 പറഞ്ഞാൽ റൂട്ട് ടി ആണ്. ടി റേസ് ടു 1/2 പറഞ്ഞാൽ റൂട്ട് ടി ആണ്. അപ്പോൾ അത് അറിയില്ലെങ്കിൽ മനസ്സിലാക്കുക. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/2 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/3 ആണ്. 6th റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/6 ആണ്. അങ്ങനെ മനസ്സിലാക്കുക. വെറും റൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/2 റേസ് ടു 1/2. അപ്പോൾ ഇത് 3 ടി റേസ് ടു 1/2 നമുക്ക് റൂട്ട് ടി എന്ന് എഴുതാം. ഇനി ഇത്ര എഴുതി വെച്ചാലും റിസൾട്ട് കറക്റ്റാണ്. ഇത്ര എഴുതിയാലും മതി. 3 റൂട്ട് 3 ടി റേസ് ടു ഹാഫ്, അല്ലെങ്കിൽ 3 റൂട്ട് 3 ഇൻറ്റു ടി റേസ് ടു ഹാഫിനെ റൂട്ട് ടി എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് 3 റൂട്ട് ഓഫ് 3t. ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഇങ്ങനെ ഏത് പവറുള്ള ടൈമിൻ്റെ പവറായിട്ട് ഏത് ഇക്വേഷൻ തന്നാലും നിങ്ങൾക്കിപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? ഈ ഫോമുമായിട്ട് AT⁻n കമ്പയർ ചെയ്ത് എയുടെയും എന്നിൻ്റെയും വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ റിസൾട്ടിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്തത് ദിസ് ഈസ് അനദർ ക്വസ്റ്റ്യൻ. x is equal to b by t⁻3a. b ഒരു കോൺസ്റ്റന്റ് ആണ്, a ഒരു കോൺസ്റ്റന്റ് ആണ്, 3 കോൺസ്റ്റന്റ് ആണ്, t ആണ് വേരിയബിൾ ആണ്. ഓക്കെ, അഗൈൻ സിംഗിൾ ടേമേ ഉള്ളൂ. ഈ ഇക്വേഷൻ്റെ ആവശ്യം, ഈ റിലേഷൻ്റെ ആവശ്യം വരുന്നില്ല, ഇത് മാത്രം മതി. സോ എക്സ് ഇസ് ഈക്വൽ ടു, ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതുന്നു. ഡിവൈഡഡ് ബൈ t⁻3a എന്നത് മുകളിലേക്ക് വരുമ്പോൾ t⁻−3a ആവും. ബിക്കോസ് 1/x എന്ന് പറഞ്ഞാൽ x⁻−1 ആണ്. 1/x⁻m എന്ന് പറഞ്ഞാൽ x⁻−m ആണ്. 1/x⁻a എന്ന് പറഞ്ഞാൽ x⁻−a ആണ്. അപ്പോൾ 1 ഒരു നമ്പറിൻ്റെ ഒരു പവർ 1/10⁻3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10⁻−3. 1/10⁻−5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10⁻5 മുകളിൽ. സോ ഇറ്റ് ഈസ് x is equal to bt⁻−3 എന്ന് വരും. അഗൈൻ കമ്പയർ വിത്ത് ദിസ് ഫോം. AT⁻n കമ്പയർ ചെയ്യുന്നു. എയുടെ വാല്യൂ b എന്ന് കിട്ടും. സോ a equal to b and n is equal to -3 എന്ന് കിട്ടും. n-ന്റെ സ്ഥാനത്ത് വരുന്നത് -3 ആണ്. ഇനി വളരെ ഈസിയാണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എയുടെയും എന്നിൻ്റെയും വാല്യൂ, എയുടെ വാല്യൂ b എന്നാണ്. സോ ഇറ്റ് ഈസ് b ഇൻറ്റു എന്നിൻ്റെ വാല്യൂ -3a, b ഇൻറ്റു -3a ഇൻറ്റു t⁻n−1. എന്നിൻ്റെ വാല്യൂ -3a ആണ്. സോ n-1 എന്ന് പറഞ്ഞാൽ -3a-1. സോ d by dt of t⁻3a is equal to b into, that is a into n -3a into t⁻−3a-1. so ഇതിനെ എഴുതിയാൽ -3ab എന്ന് എഴുതാം. so -3ab t⁻−3a-1. so this will be the result. അപ്പോൾ ഡിഫറൻഷിയേഷൻസ് അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒന്നിലധികം ടേം വരുന്ന ഒരു ഡിഫറൻഷിയേഷൻ നോക്കാം. മോർ ദാൻ വൺ ടേം. ഇപ്പോൾ t³ - 4t² + 4 x is equal to t³ - 4t² + 4. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ 3 ടേം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം t³ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, പിന്നെ 4t² ഡിഫറൻഷിയേറ്റ് ചെയ്യാം, 4 ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആ റിസൾട്ടുകൾ t³ ഡിഫറൻഷിയേറ്റ് ചെയ്ത റിസൾട്ട് -4t² ഡിഫറൻഷിയേറ്റ് ചെയ്ത റിസൾട്ട് പ്ലസ് 4 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട്, മൂന്നും കൂടി ആഡ് ചെയ്താൽ മതി. ഈ റിലേഷൻ ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ച് എഴുതിയാൽ ഇങ്ങനെ എഴുതാം. dx by dt എന്ന് പറഞ്ഞാൽ d by dt of t³ - 4t² + 4 which is equal to d by dt of t³ ആദ്യത്തത്, d by dt of a + or - b. ഈ റിസൾട്ട് ആണ് ഇവിടെ ഉപയോഗിച്ചത്. d by dt of ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ട് എഴുതാം. d by dt of t³ - d by dt of 4t² + d by dt of 4. ഇത് ആദ്യം മനസ്സിലാക്കണേ, നോക്കി ശരിക്കും മനസ്സിലാക്കണം. ഒന്നുമില്ല, നമ്മൾ ആഡ് ചെയ്യുന്ന ഒന്നിലധികം ടേം ഉണ്ടെങ്കിൽ അഡീഷനോ സബ്ട്രാക്ഷനോ ആണെങ്കിൽ നേരെ അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത റിസൾട്ട് കിട്ടാം. അപ്പോൾ d by dt of a - b + c എന്ന് പറഞ്ഞാൽ dA by dt - dB by dt + dC by dt. ഇതാണ് ഈ എഴുതിയത്. ക്ലിയർ ആയല്ലോ? ഇനി നേരത്തെ ഓരോന്നിനും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്കറിയാം. t³ ഈസി ആയിട്ട് ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയും. ഓരോ ടേമിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് d by dt of t³ ഒന്ന് കണ്ടു നോക്കാം. അത് ഞാൻ d by dt of 1 × t³ എന്ന് എഴുതും. എന്നിട്ട് ഈ ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ സ്ഥാനത്ത് എന്താ വരിക? 1 ആണ് വരിക. t³ എന്നാണ്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 3 ആണ് വരിക. എന്നിൻ്റെ സ്ഥാനത്ത് 3 വരും. അപ്പോൾ 1 × 3 × t⁻3 - 1 എന്ന് വരും. സോ ദാറ്റ് ഈസ് 3t² എന്ന് വരും. അത് ഇവിടെ നോക്കി തന്നെ എഴുതാം. 3 ആണ് ഇവിടെ മുകളിലുള്ളത്. സോ ആ 3 ഇവിടെ വരണം. 3 × t-ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് 1 ആണ്. സോ 3 × 1 × t⁻⁴ എന്ന് കുറച്ച് എഴുതണം. 3t². സോ ഇറ്റ് ഈസ് 3t². t³ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഉള്ള റിസൾട്ട് കിട്ടി. ഇനി അതുപോലെ 4t² ഡിഫറൻഷിയേറ്റ് ചെയ്യണം. d by dt of 4t². ഇങ്ങനെ നോക്കിയാൽ 2 × 4 × t⁻2 - 1 എന്നാണ് വരിക. ഒറ്റയടിക്ക് എഴുതാം. ഇനി കമ്പാരിസൺ നടത്താം. കമ്പാരിസൺ നടത്തിയാൽ a എന്ത് വരും? 4 എന്ന് വരും. n-ൻ്റെ വാല്യൂ എന്ത് വരും? a 4 വരും. n-ൻ്റെ വാല്യൂ 2 എന്ന് വരും. 4t² ആണ്. n 2. അപ്പോൾ a × n × 4 × 2 × t⁻n - 1 t⁻2 - 1. t⁻2 - 1 എന്നാൽ t⁻1 ആണ്. 4 × 2 8 ആണ്. സോ 8 t⁻1 ദാറ്റ് ഈസ് ഈക്വൽ ടു 8t എന്ന് വരും. സോ 4t² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 8t എന്ന് കിട്ടും. ഇനി 4 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നേരത്തെ നമ്മൾ പഠിച്ചു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ടേം മാത്രം വന്നാൽ അതിൻ്റെ ഡിഫറൻഷിയേഷൻ 0 ആയിരിക്കും. ഇതും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? 4 × t⁻0 എന്ന് എഴുതാം. അപ്പോൾ n 0 എന്ന് കിട്ടും. n 0 എന്ന് കിട്ടി. റിസൾട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 വരും. സോ 3 ടേമിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത റിസൾട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ ഡിഫറൻഷിയേറ്റ് ചെയ്ത റിസൾട്ട് -4t² ഡിഫറൻഷിയേറ്റ് ചെയ്തത് പ്ലസ് 4 ഡിഫറൻഷിയേറ്റ് ചെയ്തത്. അപ്പോൾ അത് എഴുതുമ്പോൾ
dx/dt എന്ന് പറഞ്ഞാൽ t 3t² മൈനസ് 8t പ്ലസ് 0 എന്ന് വരും. അപ്പോൾ 3t² മൈനസ് 8t എന്ന് കിട്ടും. ഇത് ഇവിടെ തന്നെ അറിയാം, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇത് പോകും, ഈ ടേം പോകും, നഷ്ടപ്പെടും. ഇത് 3t² ആകും. ഇത് 2 × 4 8 × t ആകും. ഇത് 3 × 1 × t raised to 3 minus 1, that is 3t raised to 2. ഇത് 2 × 4 × t raised to 2 minus 1, അതായത് 8t raised to 1. ഇത് 4 × ഇത് 0 × 4 × t raised to 0 minus 1 എന്നാണ്. അപ്പോൾ 0 എന്ന് വരും. അപ്പം അങ്ങനെ ഏത് ടേം കണ്ടാലും ഏതൊരു ഫംഗ്ഷൻ ഈ ഫോമിൽ തന്നാലും t² t³ t raised to 3/2 എന്നോ t raised to minus 1.5 എന്നോ അങ്ങനെ എന്ത് കണ്ടാലും ഏത് ടേം ഇത് ഈ ഫോമിൽ വന്നാലും നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഇപ്പോൾ കഴിയും. ഇത് കാര്യമായിട്ട് ഇത് ഈ ഫോമിലുള്ള ഇക്വേഷൻസേ വരികയുള്ളൂ. അപൂർവം ചിലപ്പോൾ വേണമെങ്കിൽ ഒരു സൈനോ കോസോ ഒക്കെ കയറി വന്നേക്കാം ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളത്, അപൂർവമായിട്ട്. നിങ്ങളെ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഇത് മാത്രമേ ഈ ഫോമിലുള്ള ഡിഫറൻഷ്യേഷൻ മാത്രം, ഫസ്റ്റത്തല്ല ഈ മോഷൻ ഇൻ വൺ ഡയമെൻഷനിൽ ഈ ഫോമിലുള്ള ഡിഫറൻഷ്യേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ, ഇനി നമ്മൾ ഫിസിക്സിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ x of t is equal to 5t minus 25. x is in meter and t is in second. Find slope of pt graph. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ പൊസിഷൻ ടൈം റിലേഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പൊസിഷൻ ടൈം റിലേഷൻ കണ്ടാൽ ചില കാര്യങ്ങൾ പറയാൻ പറ്റണം. ജനറലായിട്ട് പൊതുവായിട്ട് പറഞ്ഞാൽ ഈ പൊസിഷൻ ടൈം റിലേഷൻ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പല കാര്യങ്ങളും പറയാം. ഒന്ന് പറയാം, ഈ വസ്തുവിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇറ്റ്സ് എ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആദ്യത്തെ ക്ലാസ്സിൽ, ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് ആണെങ്കിൽ ടീന്റെ മാക്സിമം പവർ 1 ആയിരിക്കും. സോ ദിസ് ഈസ് എ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. രണ്ടാമത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസിന്റെ ഗ്രാഫ് വരച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ്. ഈ ടി മാർക്ക് ചെയ്യുന്ന ആക്സിസിന് ചെരിഞ്ഞ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഈ ഗ്രാഫ് കിട്ടുക. മൂന്നാമത് പഠിപ്പിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടിയുടെ കോഎഫിഷ്യന്റ് ആയിരിക്കും. ടി എന്ന് പറയുന്ന ആളുടെ കൂടെയുള്ള നമ്പർ, അതായത് ടിയുടെ കോഎഫിഷ്യന്റ്. ഹിയർ ടി കോഎഫിഷ്യന്റ് ഓഫ് ടി ഈസ് 5. അപ്പോൾ ഇതിൽ നിന്ന് പല കാര്യങ്ങളും പറയാം. ഈ ദിസ് ഈസ് എ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. സോ ദ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് എ കോൺസ്റ്റന്റ്. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ യൂണിഫോം മോഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ദ മോഷൻ വിൽ ബി എ യൂണിഫോം മോഷൻ and the graph will be a straight line inclined to the time axis, and the slope of the graph or the velocity of the particle is 5. ആ സ്ലോപ്പ് ആണല്ലോ വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് ദി പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് വെലോസിറ്റി, അത് 5 ആണ്. സ്ലോപ്പ് കാണാൻ at plus b എന്നുള്ള ഫോമിലാണ് ഇതുള്ളത്. at plus b എന്നുള്ള ഫോമിലാണ്. b minus 25ഉം a 5ഉം ആണ്. അപ്പോൾ at plus b എന്നുള്ള ഫോമിൽ ഇക്വേഷൻ തന്നാൽ സ്ലോപ്പ് a ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷന്റെ സ്ലോപ്പ് കാണണമെങ്കിൽ ടിയുടെ കോഎഫിഷ്യന്റ് എത്രയാണെന്ന് നോക്കിയാൽ മതി. സോ സ്ലോപ്പ് ഈസ് 5. സ്ലോപ്പ് 5 ആണെന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിളുടെ വെലോസിറ്റി ആണ് 5. സോ ദിസ് ഇക്വേഷൻ ഈസ് എ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. സോ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ടി വിൽ ബി ദി സ്ലോപ്പ്. സോ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 5. നമ്മളോട് പറഞ്ഞത് സ്ലോപ്പ് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കാണാനാണ്. വരച്ചൊന്നും നോക്കണ്ട, നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഇക്വേഷൻ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അതിനാണ് ഞാൻ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്താണെന്നും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണെന്നും അവയുടെയൊക്കെ ഗ്രാഫുകൾ എങ്ങനെയാണ് വരികയെന്നും സ്ലോപ്പുകൾ എങ്ങനെ കിട്ടുക എന്നൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താലും ഇതന്നെ കിട്ടും. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കൂ, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കൂ. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 5 ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, മൈനസ് 25നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 25നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആയിരിക്കും. 5 ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 5 എന്ന് കിട്ടും. n 1 എന്നും വരും. അപ്പോൾ 1 × 5 × t raised to 1 minus 1. അപ്പോൾ 1 × 5 × t raised to 0, 5 × t raised to 0 എന്ന് പറഞ്ഞാൽ 5. t raised to 0 1 ആണ്. അപ്പോൾ ആൻസർ 5 തന്നെ കിട്ടും. പക്ഷേ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ സ്ലോപ്പ് കാണാൻ നിങ്ങൾ ഡിഫറൻഷ്യേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ടൈമിൻ്റെ കോഎഫിഷ്യന്റ്, ടിയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന നമ്പർ എത്രയാണോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്താണോ അതായിരിക്കും സ്ലോപ്പ്. സോ ദ സ്ലോപ്പ് ഓഫ് ദി പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെയാണ് വെലോസിറ്റി. അപ്പോൾ ഈ പാർട്ടിക്കിളുടെ വെലോസിറ്റി എത്രയാണെന്നും ഇതിൽ നിന്നും പറയാം. ഇറ്റ് ഈസ് 5 m/s. അപ്പോൾ കണ്ടോ, ഒരു പൊസിഷൻ ടൈം ഇക്വേഷൻ കിട്ടിയപ്പോഴേക്ക് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ വസ്തു അതിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണ്, വെലോസിറ്റി എത്രയാണെന്നൊക്കെ പറയാൻ പറ്റും. ബട്ട് നിങ്ങൾക്ക് എന്തറിയണം, ആ മാത്തമാറ്റിക്കൽ ഐഡിയാസ് വേണം. അതുകൊണ്ടാണ് ആദ്യം തന്നെ അത് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ കണ്ടാൽ അത്രയും കാര്യങ്ങൾ പറയാൻ പറ്റും. ഇത് യൂണിഫോം മോഷൻ ആണോ എന്ന് ചോദിച്ചാൽ യൂണിഫോം മോഷനാണ്. ഇതിന് ആക്സിലറേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആക്സിലറേഷൻ ഇല്ല, ത്വരണമില്ല. കാരണം എന്താണ്, യൂണിഫോം മോഷനിൽ ത്വരണം ഉണ്ടാവില്ല. ത്വരണമുള്ള മോഷൻ ആണെങ്കിൽ എന്തായാലും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വരും, പൊസിഷൻ ടൈം റിലേഷൻ. ഒക്കെ അത് നമ്മൾ ഇനി പഠിക്കും.
അത് ക്ലിയർ ആയി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. പൊസിഷൻ ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ x is equal to t cube minus 5t plus 10. x is in meter and t is in second. Find the velocity at t equal to 10 second. 10 സെക്കൻഡ് കഴിയുമ്പോൾ t 10 സെക്കൻഡ് ആകുമ്പോൾ ഈ പാർട്ടിക്കിളുടെ വെലോസിറ്റിയാണ് കാണേണ്ടത്. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഒന്നും തന്നിട്ടില്ല, പൊസിഷൻ കാണാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ പൊസിഷൻ ടൈം റിലേഷൻ ഈസ് ഗിവൺ. വെലോസിറ്റിയാണ് ചോദിച്ചത്. 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ ആയിരുന്നു ചോദിച്ചതെങ്കിൽ ഇതിൽ ടീക്ക് എന്ത് കൊടുത്താൽ മതി? 10 എന്ന് കൊടുത്താൽ മതി. 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ ടീക്ക് 10 കൊടുത്താൽ 10 സെക്കൻഡ് കഴിയുമ്പോഴുള്ള പൊസിഷൻ കിട്ടും. ഇതിൽ ടീക്ക് 0 കൊടുത്താൽ ഇനീഷ്യൽ പൊസിഷൻ കിട്ടും, അതായത് മോഷൻ തുടങ്ങുമ്പോഴുള്ള പൊസിഷൻ കിട്ടും, 10 മീറ്റർ എന്ന് കിട്ടും. അത് സിമ്പിളായിരുന്നു. പക്ഷെ ചോദിച്ചത് വെലോസിറ്റിയാണ് 10 സെക്കൻഡ് കഴിഞ്ഞു. അപ്പോൾ ആദ്യം വെലോസിറ്റിക്ക് ഇതിൽ നിന്ന് എങ്ങനെ പൊസിഷൻ ടൈം റിലേഷൻ തന്നാൽ അതിൽ നിന്ന് എങ്ങനെ വെലോസിറ്റി ടൈം ഇക്വേഷൻ ഉണ്ടാക്കാം എന്ന് പഠിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നറിയാം. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിനെ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ടൈം ഇക്വേഷൻ കിട്ടും. അപ്പോൾ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ കിട്ടണമെങ്കിൽ പൊസിഷനുള്ള ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഐഡിയ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഡിഫറൻഷിയേഷൻ ചെയ്യണം. ഇവിടെ ഇപ്പോൾ വെലോസിറ്റി സ്ലോപ്പാണ്, അതുകൊണ്ട് ടിയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ബിക്കോസ് ദിസ് ഈസ് നോട്ട് എ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ, ഇതൊരു തേർഡ് ഡിഗ്രി ഇക്വേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യല്ലാതെ വേറെ വഴികളൊന്നും ഇതിൻ്റെ മുന്നിൽ ഇതിനില്ല സോൾവ് ചെയ്യാൻ. സോ ടു ഫൈൻഡ് ദി വെലോസിറ്റി യു ഡിഫറൻഷിയേറ്റ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വെലോസിറ്റി കാണാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. dx/dt ചെയ്യണം. d/dt ഓഫ് ടി ക്യൂബ് മൈനസ് 5t പ്ലസ് 10. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ് ഇതേ ഫോമിൽ. ടി ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം 3t² ആയിരിക്കും വരിക. അപ്പോൾ d/dt ഓഫ് ടി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാതെ d/dt ഓഫ് ടി ക്യൂബ് മൈനസ് d/dt ഓഫ് 5t പ്ലസ് d/dt ഓഫ് 10. d/dt ഓഫ് 10 0 ആയിരിക്കുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കോൺസ്റ്റന്റ് ആണ്, 0 ആയിരിക്കും. d/dt ഓഫ് ടി ക്യൂബ് ചെയ്താൽ 3 × t² ആയിരിക്കും. d/dt ഓഫ് 5t ചെയ്താൽ 1 × 5 × t raised to 1 minus 1, that is 1 × 5 × t raised to 0, that is 1 × 5 × t 1 × 5 × 1, that is 5. ഈ ടൈമിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 5 എന്ന് കിട്ടും. ഈ ടൈമിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3t² എന്ന് കിട്ടും. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 എന്ന് കിട്ടും. അത് മൂന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത റിസൾട്ടാണ് ഈ എഴുതിയത്. സോ v is equal to 3t² minus 5t raised to 0 plus 0 എന്ന് വരും. That is 3t² minus 5. t raised to 0 ആണ് 1. So 3t² minus 5 ആണ് വെലോസിറ്റിക്കൽ ഇക്വേഷൻ. ഇനി വെലോസിറ്റിക്കൽ ഇക്വേഷൻ 3t² minus 5 ആണ്. നമ്മളോട് പറഞ്ഞത് എപ്പോൾ ഉള്ള വെലോസിറ്റി കാണാനാണ്? t = 10 സെക്കൻഡ്. അപ്പോൾ ഈ ഇക്വേഷനിൽ tക്ക് എന്ത് കൊടുക്കണം? 10 എന്ന് കൊടുത്താൽ you will get the velocity at time 10 സെക്കൻഡ്. So 3 × 10² minus 5. 3 × 10² എന്ന് പറഞ്ഞാൽ 3 × 10² 100 ആണ്. So 3 × 100, 300 minus 5. So the answer is 295 meter per second. മനസ്സിലായല്ലോ? ഇതൊരു ഡിഫറൻഷിയേഷനിലൂടെ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം. എക്സ് പൊസിഷൻ തന്നിട്ടുണ്ട്. x is equal to t cube minus 5t plus 10. ഓക്കെ, ഇതിൻ്റെ വെലോസിറ്റിക്കൽ ഇക്വേഷൻ കിട്ടും 3t² minus 5. 3t² minus 5. ഇനി ഈ വെലോസിറ്റിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ ഒക്കെ കിട്ടും. അതാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഡിഫറൻഷിയേഷൻ ഏകദേശം കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഫോർ ദിസ് ഫോം at⁻n ഫോമിലുള്ള ഫങ്ഷൻസ് പൊസിഷൻ ടൈം ഇക്വേഷനോ വെലോസിറ്റി ടൈം ഇക്വേഷനോ ഒക്കെ at⁻n ഫോമിൽ തന്നാൽ യു വിൽ ബി ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് ആൻഡ് ഫൈൻഡ് ദി വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ എക്സെട്ര. ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും നന്നായി വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആരും ചോദിക്കുന്നില്ല. ദാറ്റ് മീൻസ് യു know to differentiate simple functions in the form at⁻n. ഓക്കെ, എല്ലാവർക്കും at⁻n ഫോമിലുള്ള ഇത്തരം ഫങ്ഷൻസ്, പോളിനോമിയൽ ഫങ്ഷൻസ് തന്നാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ലെറ്റ് മീ ഗോ ടു നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, please switch over to next result. ഇത് ഇനി പഠിക്കാൻ വലിയ പ്രയാസം തോന്നുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ അത് ഉപകാരപ്പെടും, ആവശ്യം വരും ചില ചാപ്റ്ററിലൊക്കെ. at⁻n പോലെ തന്നെ മറ്റ് രണ്ട് റിസൾട്ടാണ്. ഒന്ന് sin a sin bt ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നത് a × b × cos bt എന്നാണ്. a cos bt ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നത് -a × b × sin bt എന്നാണ്. നോക്കുക, കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സൈനിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് ആണ് കിട്ടുക.
കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ ആണ് വരുന്നത്. സൈൻ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് ഫംഗ്ഷൻ വരും. കോസ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് സൈൻ നെഗറ്റീവ് സൈൻ ഫംഗ്ഷൻ ആണ് കിട്ടുക. ജനറൽ ആയിട്ട് എഴുതുമ്പോൾ എ സൈൻ ബി ടി, എയും ബിയും കോൺസ്റ്റന്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ. എ സൈൻ ബി ടി എന്ന് പറഞ്ഞതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എ അതുപോലെ ഉണ്ടാവും, എ ഇൻറ്റു ഈ ബി ഇങ്ങോട്ട് പുറത്തേക്ക് വരും, എ ഇൻറ്റു ബി ഇൻറ്റു കോസ് ബി ടി തന്നെ എഴുതണം. അതുപോലെ ഇവിടെ ഈ മൈനസ് ഉണ്ടാവുന്നേ ഉള്ളൂ, എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ ബി ടി എന്ന് എഴുതും. സോ ദീസ് ടു ആർ ടു റിസൾട്ട്സ്. ഇനി ഈ റിസൾട്ടിൻ്റെ ഇതേ ഫോമിലുള്ള സൈനും കോസും ഒക്കെ വരുന്ന ഫംഗ്ഷൻസ് വന്നാൽ അപ്പോൾ നമ്മൾ ഇതും കൂടി ഉപയോഗിക്കണം, ഈ റിസൾട്ട് കൂടി ഉപയോഗിക്കണം. ഒരു എക്സാമ്പിൾ ചെയ്യാം. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ്, ഡെറിവേറ്റീവ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നാണ് അർത്ഥം. സോ ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 sin 2t. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് സൈൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ റിസൾട്ടുമായി സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്യുക. എ സൈൻ ബി ടിയുമായി കമ്പയർ ചെയ്താൽ ഇതിൽ എന്റെ സ്ഥാനത്ത് 5 ഉണ്ട്, ബിന്റെ സ്ഥാനത്ത് 2 ഉണ്ട്. അപ്പോൾ റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ എക്ക് 5 എന്നും ബിക്ക് 2 എന്നും കൊടുത്താൽ മതി. സോ ദ കമ്പയറിംഗ് ദി റിസൾട്ട്സ്, എ വിത്ത് സ്റ്റാൻഡേർഡ് റിസൾട്ട് എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു, സോ ബി ഈക്വൽ ടു 2. സോ dx by dt of 5 sin 2t എന്ന് പറഞ്ഞാൽ a ഇൻറ്റു 5 ഇൻറ്റു ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 ഇൻറ്റു കോസ് ബി ടി, ബി എന്ന് പറഞ്ഞാൽ 2 ആണ്, സോ കോസ് 2t. സോ 5 ഇൻറ്റു 2 ഇൻറ്റു കോസ് 2t എന്ന് പറഞ്ഞാൽ 10 കോസ് 2t ഇതാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഇത് ഇങ്ങോട്ട് ഗുണിക്കും, ഇതുകൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കപ്പെടും. സോ 10 കോസ് 2t എന്ന്. ഓക്കെ, മനസ്സിലായിട്ട് ഒന്ന് നോക്കി മനസ്സിലാക്കിക്കോളൂ. സൈൻ 2t, 5 sin 2t എന്ന് പറയുന്ന ഫംഗ്ഷന് ഡിഫറൻഷിയേറ്റ്. പുതിയ റിസൾട്ടാണ് പഠിച്ചത്. ഇപ്പോൾ നമ്മൾ 3 റിസൾട്ട് പഠിച്ചു, 3 സ്റ്റാൻഡേർഡ് ഫോമുകൾ പഠിച്ചു. പിന്നെ ഡി ബൈ ഡി ടി ഓഫ് എ പ്ലസ് ഓർ മൈനസ് ബി, ഡി എ ബൈ ഡി ടി പ്ലസ് ഓർ മൈനസ് ഡി ബി ബൈ ഡി ടി എന്നുള്ള റിലേഷൻ ഐഡന്റിറ്റിയും പഠിച്ചു. 3 സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ വേറെ പഠിച്ചു. ഏതൊക്കെയാണ്? സൈനിൻ്റെത്, കോസിൻ്റെത്, എ റൈസ് ടു എന്നിൻ്റെ. അപ്പോൾ എ റൈസ് ടു എന്നിൻ്റെ പഠിച്ചു. ഇറ്റ് ഈസ് എൻ എ എൻ ടി റൈസ് ടു, സോറി എ റൈസ് ടു എന്നിൻ്റെ അല്ല, എ ഇൻറ്റു ടി റൈസ് ടു എന്നിൻ്റെത് പഠിച്ചു. ദാറ്റ് ഈസ് എ ഇൻറ്റു എൻ ഇൻറ്റു ടി റൈസ് ടു എൻ മൈനസ് 1. ഇനി എ സൈൻ ബി ടി എന്നുള്ള ഫോമിൽ വന്നാൽ, എ ഇൻറ്റു സൈൻ ഓഫ് ബി ടി എന്നുള്ള ഫോമിൽ വന്നാൽ എ ബി കോസ് ബി ടി, എ ഇൻറ്റു കോസ് ബി ടി എന്നുള്ള ഫോമിൽ വന്നാൽ മൈനസ് എ ബി സൈൻ ബി ടി. ഓക്കെ, ഒന്നും കൂടി ചെയ്യാം. ഇതിൽ നോക്കൂ, രണ്ടും ഉണ്ട്. എ ടി റൈസ് ടു എൻ ഫോമും ഉണ്ട്, കോസ് ഫോമും ഉണ്ട്, സൈൻ ഫോമും ഒക്കെ ഉണ്ട്. 3 ടേം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ റിസൾട്ട് ഉപയോഗിക്കണം? ഒന്ന്, ഡി ബൈ ഡി ടി ഓഫ് എ പ്ലസ് ഓർ മൈനസ് ബി ഈക്വൽ ടു എ ഡി ബൈ ഡി ടി ഓഫ് എ പ്ലസ് ഓർ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ബി എന്നുള്ള ആ ഫോം ഉപയോഗിക്കണം. അപ്പോൾ ഈ 3 ടേം ഉള്ളത് കൊണ്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 3 ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ഡിഫറൻഷിയേറ്റ് ചെയ്ത റിസൾട്ടും ഈ ഡിഫറൻഷിയേറ്റ് ചെയ്ത റിസൾട്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അതിലേക്ക് ഈ ലാസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത റിസൾട്ട് ആഡ് ചെയ്യണം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ഒന്നാമത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ആദ്യം. ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് കോസ് 1.5 ടി പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി. ഇനി ഓരോന്നിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ ഇത് ചെയ്യണമെങ്കിൽ ഏത് ഫോമുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? എ ടി റൈസ് ടു എന്നുമായിട്ട് കമ്പയർ ചെയ്യണം. എയുടെ സ്ഥാനത്ത് 1 എന്ന് കിട്ടും, എന്നിൻ്റെ സ്ഥാനത്ത് 2 എന്ന് കിട്ടും. സോ ദ റിസൾട്ട് ഈസ് എ എൻ ടി റൈസ് ടു എൻ മൈനസ് 1. അപ്പോൾ എ ഇൻറ്റു എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു ടി റൈസ് ടു 2 മൈനസ് 1. സോ 1 ഇൻറ്റു 2 ഇൻറ്റു ടി റൈസ് ടു 1 എന്ന് വരും. സോ ദാറ്റ് ഈസ് 2t എന്ന് വരും. ഓക്കെ, സോ ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2t. പിന്നെ ഡി ബൈ ഡി ടി ഓഫ് കോസ് 1.5 ടി അതിനെ കമ്പയർ ചെയ്യണമെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യണം, കോസ് 1.5 ടി. അപ്പോൾ എ കോസ് ബി ടി എന്നുള്ള ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കോസ് 1.5 ടിയിൽ ബി ഈക്വൽ ടു 1.5 എന്ന് വരും. എ ഈക്വൽ ടു ഇവിടെ ഒന്നുമില്ല, അപ്പോൾ 1 എന്ന് എടുക്കാം. സോ എ ഇസ് ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 1.5. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 1, ബി ഇസ് ഈക്വൽ ടു 1.5. അപ്പോൾ അങ്ങനെ എഴുതാൽ ഈ മൈനസ് എ ബി സൈൻ ബി ടി ആണ്. സോ മൈനസ് 1 ഇൻറ്റു 1.5, 1 എന്ന് പറഞ്ഞാൽ എ, 1.5 പറഞ്ഞാൽ ബി, 1 ഇൻറ്റു 1.5 ഇൻറ്റു സൈൻ ബി ടി എന്നാണ് എഴുതേണ്ടത്. മൈനസ് എ ബി സൈൻ ബി ടി, സോ സൈൻ 1.5 ടി. അപ്പോൾ മൈനസ് 1.5 സൈൻ 1.5 ടി വരും. കോസ് 1.5 ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ. ഇനി ഇതേപോലെ ലാസ്റ്റത്തെ ടേം സൈൻ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സൈൻ ടീനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയാണ് സൈൻ എ സൈൻ ബി ടി എന്നുള്ള ഫോമുമായിട്ട് കമ്പയർ ചെയ്താൽ എ ഈക്വൽ ടു 1 എന്ന് കിട്ടും, ബി ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ എയും ബിയും 1 ആണ്. സോ റിസൾട്ട് ഈസ് എ ബി കോസ് ബി ടി. സോ എ ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 ഇൻറ്റു കോസ് ടി.
cos 1t. So it is cos t. അപ്പോൾ 3 ടേമിൻ്റെ റിസൾട്ട് കിട്ടി. സോ dx by dt കണ്ടാൽ ആദ്യം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത റിസൾട്ട് that is 2t മൈനസ് രണ്ടാമത്തതിനെ cos 1.5t ഡിഫറൻഷിയേറ്റ് ചെയ്ത് that is 1.5 sin 1.5t. പിന്നെ മൂന്നാമത്തെ പ്ലസ് ഈ ടേമിന് sin t ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്ലസ് cos t. So this will be the result, ഡിഫറൻഷിയേറ്റ് ചെയ്ത റിസൾട്ട് ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് സൈൻ ഫംഗ്ഷൻ, കോസ് ഫംഗ്ഷൻ, at(n) പോലെയുള്ള ഫംഗ്ഷൻ ഇതിന്റെ കോമ്പിനേഷൻസ് ഒക്കെ വന്നാൽ, അഡീഷനും സബ്ട്രാക്ഷനുമായിട്ട് കോമ്പിനേഷൻ വന്നാൽ അതിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ കഴിയും. അപ്പോൾ സോ നൗ യു ഹാവ് സം ബേസിക് നോളജ് അബൌട്ട് ഡിഫറൻഷിയേഷൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് നോളജ് നിങ്ങൾക്ക് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതാണ് നമ്മുടെ ഫിസിക്സിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഒരു റിലേഷൻ കിട്ടിയാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയണം. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ഫിസിക്സിലേക്ക് പോവാം. ഇത്രയും ഡിഫറൻഷിയേഷൻസ് നിങ്ങൾ പഠിച്ചു. ഇനി ഞാൻ ഫിസിക്സിൻ്റെ ബാക്കി ഭാഗം, നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് മാറി നമ്മൾ വെച്ച അവിടെ നിന്ന് അങ്ങോട്ടുള്ള ബാക്കി ചാപ്റ്റർ 3 എടുക്കാൻ പോവാണ്. ഇവിടെ ആയിരുന്നു നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പഠിച്ചത്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് സ്പീഡും പറഞ്ഞു. സ്പീഡോമീറ്റർ ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് കാണിക്കുക ഒരു വാഹനത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പിന്നെ ഡിഫറൻഷിയേഷനും ഗ്രാഫും ബേസിക് മാത്തമാറ്റിക്സും ഒക്കെ പഠിക്കാൻ പോയി. അതൊക്കെ പഠിച്ച് നമ്മൾ തിരിച്ചു വന്നു. ഇനി ബാക്കി തുടരാം. ഇനി ഗ്രാഫുകൾ നമ്മൾ പഠിച്ചു. പൊസിഷൻ ടൈം ഗ്രാഫ്, ഇതും പഠിച്ചു അല്ലേ. വ്യത്യസ്ത ഗ്രാഫുകളാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. പൊസിഷൻ ടൈം ഗ്രാഫുകൾ, ഒന്ന് ബോഡി അറ്റ് റെസ്റ്റ് ആണ്. പോസിറ്റീവ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന വസ്തുവാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. അതിൻ്റെ ആ ഷേപ്പ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു. കണ്ടാൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും ദിസ് ഗ്രാഫ് ആസ് പോസിറ്റീവ് സ്ലോപ്പ് എന്ന്. ടാൻ തീറ്റയാണ് സ്ലോപ്പ്, അല്ലെങ്കിൽ x2 - x1 t2 - t1. അതൊക്കെ നിങ്ങൾ പഠിച്ചു. വെലോസിറ്റി സ്ലോപ്പാണ്, v equal to x2 - x1 t2 - t1. So the slope of the position time graph will give you the velocity. ഇത് വേറൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഇതും ഒരേപോലെ തന്നെയാണ്. അതൊക്കെ പോസിറ്റീവ് വെലോസിറ്റി ഉള്ള സ്ലോപ്പുകളാണ്, ഗ്രാഫുകളാണ്. ഇതിൻ്റെയൊക്കെ വെലോസിറ്റി പോസിറ്റീവാണ്, സ്ലോപ്പ് പോസിറ്റീവാണ്. ഇനി ഒന്നും കൂടെ നോക്കാം. ഇതും സ്ലോപ്പ് പോസിറ്റീവാണ്. ഇത് നെഗറ്റീവ് എക്സ് വാല്യൂസ് ആണുള്ളതെങ്കിലും ഇതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവാണ്. ഇങ്ങനെയാണ് നീട്ടിയാൽ എക്സ് ആക്സുമായിട്ട് ടാൻ തീറ്റ എന്നുള്ള ആംഗിൾ മേക്ക് ചെയ്യും. ആ ടാൻ തീറ്റ കണ്ടാൽ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടും, പോസിറ്റീവ് വെലോസിറ്റി. ഇത് നെഗറ്റീവ് വെലോസിറ്റിയാണ്, നെഗറ്റീവ് വെലോസിറ്റി. ഇത് രണ്ട് നെഗറ്റീവ് വെലോസിറ്റിയാണ്. ജനറലായിട്ട് ഫോർ യൂണിഫോം മോഷൻ പി ടി ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ആൻഡ് ഇൻക്ലൈൻഡ് ടു ടൈം ആക്സിസ്. ഇതൊക്കെ പഠിച്ചതാണ്, ജസ്റ്റ് റിഫ്രഷ് ചെയ്യും. ഈ നോൺ യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് കൂടി വരച്ചു. അപ്പോൾ നമ്മൾ ഈ ടാൻജൻറ്റ് കാണണമെന്ന് പറഞ്ഞു. ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ആയിരിക്കും ഗ്രാഫ് എന്ന് പറഞ്ഞു. ഇവിടെ സ്ലോപ്പ് ഇങ്ങനെ ടൈം മുന്നോട്ട് പോകുന്നതോറും സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യാണ്. അതുകൊണ്ട് ഇതൊരു പോസിറ്റീവ്, അതായത് ഇൻക്രീസിങ് ആക്സിലറേഷനുള്ള ഒബ്ജക്റ്റ് ആണെന്ന് പറയാം. ഇതിൻ്റെ സ്ലോപ്പ് സമയം മുന്നോട്ട് പോകുന്നതോറും ഡിക്രീസ് ചെയ്യാണെന്ന് കാണാം. വെലോസിറ്റി കുറഞ്ഞു വരികയായിരിക്കും ഈ വസ്തുവിൻ്റെ സമയം കഴിയുന്തോറും. ഈ വസ്തു വെലോസിറ്റി കൂടി പോവുകയാണ് സമയം കഴിയുന്തോറും. ഫോർ നോൺ യൂണിഫോം മോഷൻ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് എനി ടൈം ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ടു ദി പി ടി ഗ്രാഫ്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഒരു പ്രോബ്ലമാണ്, നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കണം. ചെയ്താണ് ഇതിനകം തന്നെ. ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഷോ ദാറ്റ് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് വെലോസിറ്റി. അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കുക, ഒരു ഇൻക്ലൈൻഡ് ഗ്രാഫ് വരക്കുന്നു. അതിലൊരു ട്രയാങ്കിൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. T1 T2 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ടൈം എടുക്കും. അവിടുത്തെ പൊസിഷൻസ് x1 എന്ന് x2 എന്ന് മാർക്ക് ചെയ്യും. എന്നിട്ട് അത് ഒരു ട്രയാങ്കിൾ ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്യും. ഞാൻ കൺസ്ട്രക്ട് ചെയ്താൽ ഈ സൈഡ് ടൈം ആക്സിസിന് പാരലലാണ്. സോ ദിസ് ആംഗിൾ തീറ്റ ഈസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദിസ് ഗ്രാഫ് വിത്ത് ടൈം. എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ഇവിടെ മേക്ക് ചെയ്യുന്ന ഈ ആംഗിളും തുല്യം തന്നെയാണ്. അപ്പോൾ ആംഗിൾ തീറ്റ ആണ് പോസിറ്റീവ് ടൈം ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ.
സ്ലോപ്പിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് x2 - x1 by t2 - t1. ഇനി x2 - x1 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷനാണ്. t2 - t1 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം, കറസ്പോണ്ടിങ് ടൈം ഡിഫറൻസുമാണ്. സോ ദിസ് ഈസ് ചേഞ്ച് ഇൻ പൊസിഷൻ, ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. സോ ഇറ്റ് ഈസ് വെലോസിറ്റി. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്, വിച്ച് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, വിച്ച് ഈസ് വെലോസിറ്റി. സ്ലോപ്പ് വെലോസിറ്റിയാണ്. പിന്നെ വേറൊരു ചോദ്യം സാധാരണ ചോദിക്കാവുന്നത്, ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചത് തന്നെയാണ് ഇതിനകം, പക്ഷെ ചോദ്യം ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഉത്തരം എഴുതേണ്ടത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ സ്പെസിഫിക് ആയിട്ട് വീണ്ടും പറയുന്നത്. സോ ഗിവ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. ഇതാണ് അവിടുത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതേണ്ടത് xt - x0 ആണ് ഡിസ്പ്ലേസ്മെന്റ്. xt and x0 ആർ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഫൈനൽ പൊസിഷനിൽ നിന്നും ഇനീഷ്യൽ പൊസിഷൻ കുറച്ചാൽ കിട്ടുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. ചേഞ്ച് ഇൻ പൊസിഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ xt - x0 ആണ് ഡിസ്പ്ലേസ്മെന്റ്, വിച്ച് വിൽ ബി ഈക്വൽ ടു v ഇൻടു t, വെലോസിറ്റി ഇൻടു ടൈം. കാരണം വെലോസിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ t ആണ്. യൂണിഫോം മോഷനിൽ അങ്ങനെയാണല്ലോ. t - t0, t0 എന്ന് പറഞ്ഞാൽ 0, t - 0 എന്ന് വരും. xt - വെലോസിറ്റി എന്ന് പറഞ്ഞാൽ xt - x0 ഡിവൈഡഡ് ബൈ t - 0 എന്ന് വരും. ദാറ്റ് ഈസ് xt - x0 ബൈ t. That is velocity. xt - x0 ആണ് വെലോസിറ്റി ഇൻടു ടൈം. അപ്പോൾ ഈ ഇക്വേഷൻ xt - x0 ഈക്വൽ ടു vt എന്നാണ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഈ xt - x0 ആണ് ഡിസ്പ്ലേസ്മെന്റിനെ s എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ s എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. സോ s is equal to vt എന്നും ഇതിന് ഇക്വേഷൻ എഴുതാം. കുറെ കൂടി നല്ലത് ഇതേ ഫോം പഠിക്കുകയാണ്. s is equal to vt കുഴപ്പമില്ല, ഇതേ ഫോം പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി this xt - x0 is the displacement and which is equal to s. ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ യൂണിഫോം മോഷൻ. ഇത് രണ്ടും ജസ്റ്റ് നിങ്ങളൊന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് ഉത്തരം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പക്ഷേ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതാ അത് തന്നെയാണ് ഉത്തരം എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ കഴിയാതെ പോകാറുണ്ട് കുട്ടികൾ. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇനി നമ്മൾ ആക്സിലറേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പൊസിഷൻ പഠിച്ചു, വെലോസിറ്റി പഠിച്ചു, അത് തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ പഠിച്ചു. നൗ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി. മോഷനിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം ത്വരണം എന്നാണ്. ത്വരണം. ആക്സിലറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ടൈം. വെലോസിറ്റി എന്ന് പറയുന്നത് പൊസിഷന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആയി. സിമിലർലി ആക്സിലറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ടൈം. വെലോസിറ്റി സമയത്തിനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ആക്സിലറേഷൻ. സോ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഈസ് ഡിഫൈൻഡ് as a is equal to, it is the derivative or time derivative of velocity. Time derivative of position ആണ് വെലോസിറ്റി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തത്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിട്ട്. അതുപോലെ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടൈം ഡെറിവേറ്റീവ് ഓഫ്, ടൈം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ d by dt ഓഫ് വെലോസിറ്റി. സോ വെലോസിറ്റിനെ ടൈമിനനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. പൊസിഷനെ ടൈമിനനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടും. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ, ഇതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റേസ് ടു -2 എന്ന് എഴുതാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഡയമെൻഷണൽ ഫോർമുല എല്ലാ ക്വാണ്ടിറ്റിയും നിങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് അത് പഠിക്കണം. ഞാൻ ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല, പക്ഷേ അത് പരീക്ഷയ്ക്ക് ചോദിക്കും. കുറേയൊക്കെ ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഒന്ന് റിഫ്രഷ് ചെയ്യാൻ നല്ലതാണ്. ഏതൊരു പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിക്കുമ്പോഴും അതിന് ഡയമെൻഷണൽ ഫോർമുലയും കൂടി പഠിക്കുക എന്നുള്ളത് ദാറ്റ്സ് എ വെരി ഗുഡ് ഹാബിറ്റ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇറ്റ് ഈസ് L(t)⁻². വെലോസിറ്റിയുടേത് L(t)⁻1. സോ L(t)⁻2 ഈസ് ദി ഡയമെൻഷണൽ ഫോർമുല ഫോർ ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ള മോഷൻ അധികവും കോൺസ്റ്റന്റ് ആക്സിലറേഷനുള്ള മോഷനാണ്. എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ മാറുന്നത്ത, ആക്സിലറേഷൻ യൂണിഫോം ആയിട്ടുള്ള മോഷനാണ് നമ്മൾ പഠിക്കുന്നത് അധികവും. സോ ഫോർ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഓർ യൂണിഫോം ആക്സിലറേഷൻ, അത്തരം കേസുകളിൽ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനും ആവറേജ് ആക്സിലറേഷനും ഒക്കെ ഒരേപോലെയാണ്. നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അത്തരം പാർട്ടിക്കിൾസിന് ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഒക്കെ കോൺസ്റ്റന്റ് ആണ്, ഒക്കെ ഒരേപോലെ, ഒരേ വാല്യൂ ആണ്. ഇവിടെ പറയുന്നു യൂണിഫോം ആക്സിലറേഷനുള്ള മോഷൻ ആണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനും ആവറേജ് ആക്സിലറേഷനും സെയിം എന്നായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്ങനെയാണ് ആവറേജ് ആക്സിലറേഷൻ കാണുക? ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ദി ആക്സിലറേഷൻ, അത് ആവറേജ് എന്നോ
ഇൻസ്റ്റന്റേനിയസ് എന്നൊന്ന് പ്രത്യേകം പറയാത്ത എന്താണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ കേസിൽ അതിൻ്റെ ആവശ്യമില്ല, ഒക്കെ ഒന്ന് തന്നെയാണ്. ആവറേജ് ആക്സിലറേഷനും ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനും ഒക്കെ സെയിം ആണ്. അതാണ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അതുകൊണ്ടാണ് പറഞ്ഞത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ആയാലും ആവറേജ് ആക്സിലറേഷൻ ആയാലും ഒക്കെ ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. വെലോസിറ്റിയുള്ള വ്യത്യാസം കറസ്പോണ്ടിങ് വ്യത്യാസം ഉണ്ടാവാൻ എത്ര സമയം എടുത്തു എന്നുള്ളത് ആ റേഷ്യോ കണ്ടാൽ യു വിൽ ഗെറ്റ് ദി equation for acceleration of uniformly accelerated motion. അപ്പോൾ ഇത് മാത്തമാറ്റിക്സിലാക്കിയാൽ ആക്സിലറേഷൻ is equal ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് v2 minus v1 ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ടൈം എന്ന് പറഞ്ഞാൽ t2 minus t1 ദാറ്റ് ഈസ് ഡെൽറ്റ v ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഡെൽറ്റ v ബൈ ഡെൽറ്റ ടി ആയിരിക്കും ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ കാണാനുള്ള മറ്റൊരു വഴി ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മറ്റൊന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ സ്ലോപ്പ് കണ്ടാവും. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആയിരിക്കും ആക്സിലറേഷൻ. കാരണം ഇത് അതാണല്ലോ v2 minus v1 by t2 minus t1 എന്ന് പറഞ്ഞാൽ it will be the slope of the velocity time graph. അത് നോക്കുക, അതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആകുമ്പോൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിൻ്റെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആകണം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആവണം, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആവണം. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആവണം. ഒരു കർവിൻ്റെ ഒരു ഷേപ്പിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ പഠിച്ചിട്ട്. സോ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ആർക്കാണ് ഇത് പറഞ്ഞത്? ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഓക്കെ, ആക്സിലറേഷൻ യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നിങ്ങൾ ഈ കണ്ട പോലെ സ്ട്രെയിറ്റ് ലൈൻ പോലെ തന്നെ ആവണമെന്നില്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത്രേ പറയാൻ പറ്റും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. സ്ലോപ്പ് ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ ഈസ് ആക്സിലറേഷൻ. ഇവിടെ കണ്ടാൽ മതി, സ്ലോപ്പ് ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആണ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ v2 minus v1 ആണ്. സോ ഇറ്റ് ഈസ് v2 minus v1 ഡിവൈഡഡ് ബൈ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ t2 minus t1. സോ v2 minus v1 ഡിവൈഡഡ് ബൈ t2 minus t1 ഈസ് ദി ആവറേജ് is the slope of the velocity time graph. ഇനി ആക്സിലറേഷനിൽ നമ്മൾ രണ്ട് രീതിയിൽ പറയും. ആക്സിലറേഷൻ എന്നും റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡിസിലറേഷൻ എന്നുള്ള ടേം ഉപയോഗിക്കാറുണ്ട്. റിട്ടാർഡേഷൻ ഡിസിലറേഷൻ ഒക്കെ ജനറലായിട്ട് പറഞ്ഞാൽ ആക്സിലറേഷൻ തന്നെയാണ്. നമുക്കറിയാം, ഒരു ബോഡിയുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ അവിടെ ആക്സിലറേഷൻ ഉണ്ട്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ കറസ്പോണ്ടിങ് ടൈം ആണല്ലോ ആക്സിലറേഷൻ. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ ആ ബോഡിക്ക് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. വെലോസിറ്റി ചേഞ്ച് രണ്ട് രീതിയിലാവാം. ഒന്ന് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യാം. അപ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിലും ആ ബോഡിയുടെ മോഷൻ ആക്സിലറേഷനുള്ള മോഷനാണ് എന്ന് ജനറലായിട്ട് പറയാം. പക്ഷേ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന കേസിൽ അതിനെ നമ്മൾ പലപ്പോഴും റിട്ടാർഡേഷൻ എന്നോ ഡിസിലറേഷൻ എന്നോ വിളിക്കാറുണ്ട്. ഒരു ബോഡിയുടെ വെലോസിറ്റി സമയത്തിനനുസരിച്ച് കുറഞ്ഞു വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് the body has a retardation or deceleration. കാരണം കോമൺ ലാംഗ്വേജിലെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ടു ആക്സിലറേറ്റ് ടു ഇൻക്രീസ് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്, കൂട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോമൺ ലാംഗ്വേജിൽ ആക്സിലറേഷൻ എന്നാൽ വെലോസിറ്റി കൂട്ടുക എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ അത് ആ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ നിന്ന് വന്നതാണ്. വെലോസിറ്റി കുറയുമ്പോൾ അതിനെ ഡിസിലറേറ്റ് ചെയ്യുക, ഡിസിലറേഷൻ എന്നൊക്കെ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ശ്രദ്ധിക്കുക, റിട്ടാർഡേഷൻ ഡിസിലറേഷൻ എന്നൊക്കെ പറയുന്നത് ആക്സിലറേഷൻ തന്നെയാണ്. പക്ഷെ എന്താണ് മാറ്റം? അത് ആ വെലോസിറ്റി കുറയുന്ന തരത്തിലാണ്. മീൻസ് വെലോസിറ്റി കുറയുമ്പോൾ ഉണ്ടാവുന്ന ആക്സിലറേഷനാണ്. വെലോസിറ്റി കൂടുമ്പോൾ അവിടെയുള്ള ആക്സിലറേഷൻ എന്നേ പറയാറുള്ളൂ. വെലോസിറ്റി കുറയുമ്പോൾ ഉള്ളത് ആക്സിലറേഷൻ എന്നോ റിട്ടാർഡേഷൻ എന്നോ ഡിസിലറേഷൻ എന്നോ ഒക്കെ പറയും. ഓക്കെ, ദാറ്റ് ഈസ് റിട്ടാർഡേഷൻ ആൻഡ് ഡിസിലറേഷൻ. ഇനി നമുക്ക് റിട്ടാർഡേഷനും ഡിസിലറേഷനും ക്ലിയർ ആയല്ലോ. ഓക്കെ, ആരും ഒന്നും പറയുന്നൊന്നുമില്ല, എല്ലാവരും കേട്ടിരിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആരും വെറുതെ ശ്രദ്ധിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇത് നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഈ ചാപ്റ്റർ മനസ്സിലായില്ലെങ്കിൽ ഇനി അങ്ങോട്ടൊക്കെ പ്രയാസം വരും നിങ്ങൾ.
അതുകൊണ്ട് നല്ലോണം മനസ്സിലാക്കണം. മനസ്സിലാവാത്തുണ്ടെങ്കിൽ അപ്പം ചോദിക്കുക. ഓക്കെ, നേരത്തെ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫുകളെ കുറിച്ച് കുറേ പഠിച്ചു. പൊസിഷൻ ടൈം ഗ്രാഫുകളുടെ ഷേപ്പ് ഒക്കെ കണ്ടു. യൂണിഫോം മോഷൻ ആണെങ്കിൽ എങ്ങനെയാണ്, നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ എങ്ങനെയാണ്, പോസിറ്റീവ് വെലോസിറ്റി ഉള്ള ഗ്രാഫ് എങ്ങനെയാണ്, നെഗറ്റീവ് വെലോസിറ്റി ഉള്ള ഗ്രാഫ് എങ്ങനെയാണ്, ഇതൊക്കെ കണ്ടു. ഇതുപോലെ ഈ വെലോസിറ്റി ടൈം ഗ്രാഫുകളും പഠിക്കും. ഫസ്റ്റ് നമ്മൾ യൂണിഫോം മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ പറഞ്ഞു ടൈം ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഇക്വേഷൻ. ഇവിടെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ആരുടെ? യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ 0 ആണ്. ആക്സിലറേഷൻ ഇല്ല. അത്തരം ഒരു വസ്തുവിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ്. So the velocity time graph of a uniformly moving body or the velocity time graph of a body in uniform motion is a straight line parallel to the time axis. Okay, the velocity time graph of a particle in uniform motion or particle moving with zero acceleration is a straight line parallel to the time axis. VT graph ആണ് പറഞ്ഞത്, മനസ്സിലാക്കുക. ഇനി ഏരിയ അണ്ടർ ദിസ് വി ടി ഗ്രാഫ്, ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഉള്ളിൽ വരുന്ന ഏരിയ ഒന്ന് കാണുക. നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയക്ക് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. പക്ഷെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതിന്റെ ഏരിയയും സ്ലോപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലോപ്പ് എന്താ തരിക? ആക്സിലറേഷൻ തരും. ഏരിയ നിങ്ങൾക്ക് കാണാം. ഏരിയ എന്ന് പറഞ്ഞാൽ ദിസ് വെലോസിറ്റി. ഏരിയ എന്ന് പറഞ്ഞാൽ ദിസ് സൈഡ് ഈസ് ദി വെലോസിറ്റി അറ്റ് ടൈം ടി ആൻഡ് ദിസ് ഈസ് ദി ടൈം ടി. സോ വെലോസിറ്റി ഇൻടു ടൈം, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. So area for velocity time graph, area under a velocity time graph will give you the displacement. ഇവിടെ ഇപ്പോൾ യൂണിഫോം മോഷന്റെ കേസിലാണ് പറഞ്ഞത്. നോൺ യൂണിഫോം മോഷന്റെ കേസ് ആവുമ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ് വരിക. അവിടെയും നമ്മൾക്ക് ജനറൽ ആയിട്ട് ഏത് ടൈപ്പ് മോഷൻ ആണെങ്കിലും അവിടെയൊക്കെ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഉള്ളിൽ വരുന്ന ഏരിയ കണ്ടാൽ യു വിൽ ഗെറ്റ് ദി ഡിസ്പ്ലേസ്മെന്റ്. ഇത് എല്ലാ തരം മോഷനും, എല്ലാ നോൺ യൂണിഫോം മോഷനും ഇത് ട്രൂ ആണ്. ഓക്കെ, സോ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ്? ദാറ്റ് ഈസ് ദി ആക്സിലറേഷൻ. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്താണ്? ദാറ്റ് ഈസ് ദി വെലോസിറ്റി. ഇതൊന്നും മറക്കും ചെയ്യരുത്, മാറിപ്പോവുകയും ചെയ്യരുത്. അതുകൊണ്ടാണ് പിന്നെയും ഞാൻ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ് യു ദി വെലോസിറ്റി. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ് യു ദി ഡിസ്പ്ലേസ്മെന്റ്. Slope of velocity time graph will give you the acceleration. ഇത് ഓരോന്നും പഠിക്കാൻ. അപ്പോൾ ഇനി ആക്സിലറേറ്റഡ് മോഷൻ. ഓക്കെ, ആക്സിലറേറ്റഡ് മോഷന്റെ ഗ്രാഫാണ്. മോഷൻ വിത്ത് പോസിറ്റീവ് ആക്സിലറേഷൻ. അപ്പോൾ ഇത് നോക്കുക, രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിന്റെ പോസിറ്റീവ് സ്ലോപ്പ് വരുന്ന ഷേപ്പ് നിങ്ങൾക്കറിയാം. ഈ ഷേപ്പിൽ വന്നാൽ പോസിറ്റീവാണ് സ്ലോപ്പ് എന്നറിയാം. ഇനി നെഗറ്റീവ് ആക്സിലറേഷൻ, അതായത് മോഷൻ വിത്ത് റിട്ടാർഡേഷൻ. ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇപ്പൊ ഞാൻ റിട്ടാർഡേഷനെ കുറിച്ച് പറഞ്ഞു. എന്താണ് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞത്? ഒരു മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിന്റെ വെലോസിറ്റിക്കുള്ള മാറ്റം, വെലോസിറ്റിയിൽ മാറ്റം വന്നാൽ ആക്സിലറേഷൻ ഉണ്ടായി. വെലോസിറ്റി കുറയുകയാണെങ്കിൽ, ടൈമിനനുസരിച്ച് വെലോസിറ്റി കുറയുകയാണെങ്കിൽ നമ്മൾ പറയും ആ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയും റിട്ടാർഡേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഡിസിലറേഷൻ. അത്തരം വസ്തുക്കളുടെ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഇതിന്റെ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നെഗറ്റീവാ കിട്ടുക, ഇതിന്റെ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നെഗറ്റീവാ കിട്ടുക. അപ്പൊ നെഗറ്റീവ് ആണ്, റിട്ടാർഡേഷൻ ആണ് ഒരു വസ്തുവിനുള്ളത് എങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവായി. പക്ഷേ ആക്സിലറേഷന്റെ വാല്യൂ നെഗറ്റീവ് എഴുതി എന്ന് കരുതി അത് എപ്പോഴും റിട്ടാർഡേഷൻ ആകണമെന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇഫ് എ ബോഡി has its velocity decreasing with time, we say that the body has retardation അല്ലെങ്കിൽ the body has a deceleration എന്ന് പറയും. അത്തരം കേസിൽ ആ ഡിസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ അതൊരു ആക്സിലറേഷൻ ആണല്ലോ. ആ വസ്തുവിന്റെ ആക്സിലറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് നമ്പർ. അപ്പോൾ റിട്ടാർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞു വരുന്ന ഒരു വസ്തുവിന്റെ ആക്സിലറേഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, അത് ഷുവറാണ്. അത് നെഗറ്റീവ് ആക്സിലറേഷൻ അങ്ങനെ മാത്രമല്ല ഉണ്ടാവുക. നമ്മൾ കോർഡിനേറ്റ് ചൂസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ഡയറക്ഷൻ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പ്രത്യേക ഡയറക്ഷനിൽ, നെഗറ്റീവ് ഡയറക്ഷനിൽ തന്നെയുള്ള ആക്സിലറേഷൻ എപ്പോഴും നെഗറ്റീവായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും റിട്ടാർഡേഷനെ സൂചിപ്പിച്ചോളണം എന്നില്ല. പക്ഷേ
റിട്ടാർഡേഷനും ഡിസലറേഷനും അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആക്സലറേഷൻ എന്ത് തന്നെ മസ്റ്റായിട്ടും നെഗറ്റീവ് ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. മനസ്സിലായല്ലോ? ഒരു റിട്ടാർഡേഷൻ ഉള്ള ബോഡിയുടെ ആക്സിലറേഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ആക്സിലറേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് റിട്ടാർഡേഷൻ ആവണം എന്നില്ല. ഒരു ഭാഗത്തേക്കുള്ള ട്രൂ ആണ്, മറുഭാഗത്തേക്കുള്ള കറക്റ്റാണ്. അങ്ങനെ ട്രൂ ആവണമെന്നില്ല. വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ഒന്നും കൂടി പറയാം. ഒരു വസ്തുവിൻ്റെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ അത് പല കാരണങ്ങൾ കൊണ്ടാകാം. റിട്ടാർഡേഷൻ ഉണ്ടായാലും വസ്തുവിൻ്റെ ആക്സിലറേഷൻ നെഗറ്റീവായിട്ട് വരും. ഇനി റിട്ടാർഡേഷൻ ഉണ്ടായാൽ ഉറപ്പായിട്ടും അതിൻ്റെ ആക്സിലറേഷൻ നെഗറ്റീവായി. പക്ഷേ ആക്സിലറേഷൻ നെഗറ്റീവ് ആകാൻ റിട്ടാർഡേഷൻ അല്ലാതെ മറ്റു കാരണങ്ങളും ഉണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ. വെലോസിറ്റി കൂടുന്ന കേസിലും വെലോസിറ്റിൻ്റെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന കേസിലും ആക്സിലറേഷൻ ചിലപ്പോൾ നെഗറ്റീവ് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു ബോൾ, മുകളിൽ നിന്ന് താഴേക്ക് ഒരു വസ്തു വീഴുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഭൂമിയിലേക്ക് വീഴുന്ന വസ്തുക്കൾക്കൊക്കെയുള്ള ആക്സിലറേഷൻ ഭൂഗുരുത്വാകർഷണ ത്വരണം, അത് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സ്മാൾ ജി വെച്ച് അതിനെ റെപ്രസെൻ്റ് ചെയ്യും. അതൊരു ആക്സിലറേഷനാണ്. ഭൂമിയുടെ ആകർഷണം കൊണ്ടുണ്ടാകുന്ന വസ്തുവിനുണ്ടാകുന്ന ആക്സിലറേഷൻ. ആ ആക്സിലറേഷൻ നേരെ താഴേക്കാണ്. അപ്പോൾ താഴേക്ക് വീഴുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ച് ആ വസ്തുവിൻ്റെ സ്പീഡ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരികയാണ്. താഴേക്ക് വരുമ്പോൾ സ്പീഡ് കൂടി വരിക ചെയ്യുക, ഇൻക്രീസ് ചെയ്ത് വരിക. അപ്പോൾ അവിടെ ആക്സിലറേഷൻ പക്ഷേ ജി എന്ന് പറയുന്നത് താഴേക്കാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ ആ വസ്തുവിൻ്റെ താഴേക്കുള്ള പതനത്തിൽ, താഴേക്കുള്ള വീഴ്ചയിൽ അതിൻ്റെ വെലോസിറ്റിയും നെഗറ്റീവാണ്, അതിൻ്റെ ആക്സിലറേഷനും നെഗറ്റീവാണ്. പക്ഷേ ആ വസ്തുവിന് റിട്ടാർഡേഷൻ അല്ല ഉള്ളത്, അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുക തന്നെയാണ് ചെയ്യുക. ആക്സിലറേഷൻ തന്നെയാണ് അവിടെ ഉള്ളത്. ഓക്കെ. അത് ഞാൻ പറഞ്ഞത് ആക്സിലറേഷൻ നെഗറ്റീവ് ആകുന്ന കേസുകൾ പലതും വരും. പക്ഷേ റിട്ടാർഡേഷൻ ഉണ്ടെങ്കിൽ നെഗറ്റീവാണെന്ന് ഉറപ്പിക്കാം. ഓക്കെ. നെഗറ്റീവായി എന്ന് കരുതി, ആക്സിലറേഷൻ നെഗറ്റീവാണ് എന്ന് കരുതി ആ വസ്തു റിട്ടാർഡേഷനിലാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നർത്ഥം. പക്ഷേ റിട്ടാർഡേഷനിലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അതിൻ്റെ ആക്സിലറേഷൻ നെഗറ്റീവാണ് എന്ന്. അതിനി മാറരുത്. ഓക്കെ. അപ്പോൾ ഇത് പോസിറ്റീവ് ആക്സിലറേഷൻ അല്ല, ഇത് നെഗറ്റീവ് ആക്സിലറേഷനുള്ള വസ്തുക്കളുടെ ഗ്രാഫിൻ്റെ ഷേപ്പാണ്. ഇനി യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ ചില സവിശേഷതകളാണ് പറയാൻ പോകുന്നത്. യൂണിഫോം മോഷൻ അല്ല, ശ്രദ്ധിക്കണം. ഇനി പറയാൻ പോകുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. അപ്പോൾ നമ്മൾ ആക്സിലറേഷനിലേക്ക് എത്തി. അപ്പോൾ ഇനി പറയുന്നതൊക്കെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, യൂണിഫോം മോഷൻ അല്ല. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ 0 ആണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. അത്തരം മോഷന്റെ വെലോസിറ്റി ടൈം റിലേഷൻ വിൽ ബി എ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആൻഡ് വി ടി ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ടൈം ആക്സിസ്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി ടൈം ഇക്വേഷൻ എഴുതിയാൽ അതിൻ്റെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ്. അത് ക്ലിയർ ആണ്. ഇത് നേരെ തിരിച്ച് മനസ്സിലാക്കാണ് കൂടുതൽ നല്ലത്. അതായത് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്കിൽ, വെലോസിറ്റി ടൈം ഇക്വേഷൻ എങ്കിൽ, ഇപ്പോൾ വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്, ടൈമിലുള്ള ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ അവിടെ എന്ത് പറയാൻ പറ്റും? വെലോസിറ്റി ടൈം റിലേഷൻ ടൈമിലുള്ള ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾക്ക് അവിടെ ആ മോഷൻ എന്താണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെന്ന് പറയാം. അത് മാത്രവുമല്ല, വെലോസിറ്റി ടൈം റിലേഷൻ ഫസ്റ്റ് ഡിഗ്രി ആയതുകൊണ്ട് ആ ഇക്വേഷനിൽ ടൈമിൻ്റെ കൂടെ വരുന്ന കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? ആക്സിലറേഷൻ ആയിരിക്കും. ബിക്കോസ് സ്ലോപ്പ് ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗിവ് യു ദി ആക്സിലറേഷൻ. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ് ആണ്. അതിൻ്റെ സ്ലോപ്പ് എടുത്താൽ ആക്സിലറേഷൻ വരും. അപ്പോൾ നിങ്ങൾക്കൊരു വെലോസിറ്റി ടൈം റിലേഷൻ തന്നാൽ അത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ ഉദാഹരണത്തിന് v = 3 + 6t എന്ന് തന്നു. v = 3 + 6t എന്നൊരു ഇക്വേഷൻ തന്നു. v ആണ് തന്നത്, v വെലോസിറ്റിയാണ്. അതൊരു വെലോസിറ്റി ടൈം ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ v = 6 + 3t എന്നുള്ളതിന് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ് ടൈമിലുള്ള. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആ ഇക്വേഷൻ കണ്ടാൽ തന്നെ ഇതുവരെയുള്ള നിങ്ങളുടെ മാത്തമാറ്റിക്കൽ നോളജ് വെച്ച് പറയാൻ പറ്റും ദിസ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ്. അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ല, അത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷന്റെ സ്ലോപ്പ് കാണാനുള്ള എളുപ്പ വഴിയുണ്ട്. എന്താണ്? ടിയുടെ കോഎഫിഷ്യന്റ് ആയിരിക്കും സ്ലോപ്പ്. ഇവിടെ v = 3 + 5t എന്നാണ്. സോ 3 + 5t എന്നാണെങ്കിൽ ടിയുടെ കൂടെയുള്ളത് 5 ആണ്. സോ 5 m/s² ആയിരിക്കും അതിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ആക്സിലറേഷൻ. മനസ്സിലായല്ലോ? നേരത്തെ ഇതേപോലെ ഞാൻ പൊസിഷൻ ടൈം റിലേഷൻ പറഞ്ഞിരുന്നു. പൊസിഷൻ ടൈം റിലേഷൻ ഫസ്റ്റ് ഡിഗ്രി വന്നാൽ
അവിടെയും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണെന്ന് പറയാൻ പറ്റും. അതിൽ നിന്ന് വെലോസിറ്റി കാണാൻ പറ്റും. വെലോസിറ്റി ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് ദി ടിയുടെ കോഎഫിഷ്യന്റ് ആയിരിക്കും. ഇതൊക്കെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനിലേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, സോ എക്സ് ടി റിലേഷൻ. അപ്പോൾ ഇത്തരം കേസിൽ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷന്റെ വെലോസിറ്റി ടൈം റിലേഷൻ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അതിന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനുമാണ്. ഇനി അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? നമ്മൾ കണ്ടതാണ് നോൺ യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ്? അത് കർവായിരിക്കും അല്ലെങ്കിൽ പരാബോള ആയിരിക്കും. നോൺ യൂണിഫോം മോഷൻ്റെ ഏത് കർവുമാകാം. മീൻസ് യൂണിഫോംലി ആക്സിലറേറ്റഡ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് നോൺ യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലാത്ത എല്ലാ മോഷനും നോൺ യൂണിഫോം ആണ്. അപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആവാം, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് അല്ലാതിരിക്കാം, അതൊക്കെ നോൺ യൂണിഫോം മോഷനാണ്. അതിൻ്റെ ഗ്രാഫ് ഇൻ ജനറൽ വിൽ ബി എ കർവ്, ഒരു കർവ്ഡ് ഷേപ്പായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്തൊരു ഗ്രാഫായിരിക്കും. പക്ഷേ ആ മോഷൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ ടൈം റിലേഷൻ എന്തായിരിക്കും? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. വെലോസിറ്റി ടൈം റിലേഷൻ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. പൊസിഷൻ ടൈം റിലേഷൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രാഫ് പരാബോളയായിരിക്കും. നിങ്ങൾ മുൻപ് പഠിപ്പിച്ചിട്ടുണ്ട്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഗ്രാഫ് പരാബോളയായിരിക്കും. സോ ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ will be a parabola. The position time graph for a uniformly accelerated body will be a parabola. Okay. ഇനി എല്ലാ വൺ ഡയമെൻഷണൽ മോഷനും, അത് യൂണിഫോം ആകട്ടെ, നോൺ യൂണിഫോം ആകട്ടെ, യൂണിഫോംലി ആക്സിലറേറ്റഡ് ആകട്ടെ, ഏതുമാകട്ടെ, ജനറൽ ആയിട്ട് ഏതൊരു വൺ ഡയമെൻഷണൽ മോഷൻ്റെയും ഗ്രാഫുകളെ കുറിച്ച് ചില കാര്യങ്ങൾ പൊതുവായിട്ട് പറയാം. അതിതാണ്, ഏത് ടൈപ്പ് മോഷൻ ആണെങ്കിലും എക്സ് ടി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? വെലോസിറ്റിയാണ്. അതെപ്പോഴും ശരിയാണ്. സ്ലോപ്പ് ഓഫ് ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് വെലോസിറ്റി ഇൻ എനി കേസ്. രണ്ടാമത്തത്, സ്ലോപ്പ് ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദി ആക്സിലറേഷൻ. എനി മോഷൻ, എനി വൺ ഡയമെൻഷണൽ മോഷൻ, അത് യൂണിഫോം ആകാം, നോൺ യൂണിഫോം ആകാം, യൂണിഫോംലി ആക്സിലറേറ്റഡ് ആകാം, ഇങ്ങനെയുള്ള ഏത് ടൈപ്പ് വൺ ഡയമെൻഷണൽ മോഷൻ തന്നാലും വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? ആക്സിലറേഷൻ ആയിരിക്കും. ഈ രണ്ട് സിറ്റുവേഷൻ ശരിയാണ്. ഒന്നും കൂടിയിട്ട്, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഇതൊക്കെ ചോദിക്കാട്ടെ, വൺ മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കും. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കിട്ടണമെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ഏരിയ കാണണം. ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കാണണം. വെലോസിറ്റി കിട്ടണമെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കാണണം. ഈ മൂന്നും എല്ലാ മോഷനും ബാധകമാണ്. യൂണിഫോം മോഷൻ ആയാലും നോൺ യൂണിഫോം മോഷൻ ആയാലും യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഈ രണ്ടും യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന് മാത്രമേ ശരിയാവുള്ളൂ. ഇത് വി ടി ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആവുക ആർക്ക് മാത്രമാണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന് മാത്രമാണ്. എക്സ് ടി ഗ്രാഫ് പരാബോളയാവുക ആർക്ക് മാത്രമാണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് അല്ല, ആക്സിലറേറ്റർ സമയത്തിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് ടി ഗ്രാഫ് ഒരിക്കലും പരാബോളയാവില്ല. ഓക്കെ, ഇനി യൂണിഫോം മോഷൻ ആണ്, ആക്സിലറേഷൻ തന്നെ ഇല്ല എങ്കിൽ എക്സ് ടി ഗ്രാഫ് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇൻക്ലൈൻ ടു ദി ടൈം ആക്സിസ്. ഇത്രയും കൺസെപ്റ്റുകൾ കുറേ പഠിപ്പിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എഴുതി വെച്ച് നിങ്ങൾ സാവധാനം ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഇതെല്ലാം നോക്കി മനസ്സിലാക്കി മനസ്സിരുത്തി തന്നെ പഠിക്കണം. അത് തറവാക്കുകയും വേണം. അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല നല്ല പ്രോബ്ലംസ് ഒക്കെ കിട്ടിയാൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു ഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഫിഗർ ഷോസ് എ പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഡ്യൂറിങ് വിച്ച് പാർട്ട് ദ ബോഡി ഈസ് നോട്ട് മൂവിങ്. ബോഡി മൂവ് ചെയ്യാതിരിക്കുന്നത് ഏത് ഭാഗങ്ങളിലാണ്? ഏതൊക്കെ ഗ്രാഫിന്റെ ഏതൊക്കെ ഭാഗമാണ് മൂവ് ചെയ്യാത്ത ബോഡിയെ റെപ്രസെന്റ് ചെയ്യുന്നത്, വസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡ്യൂറിങ് വിച്ച് പാർട്ട് ദി വെലോസിറ്റി ഈസ് നെഗറ്റീവ്. നെഗറ്റീവ് വെലോസിറ്റി ഉള്ള പാർട്ട് ഏതാണ്? ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കണം. ആൻഡ് ഫൈൻഡ് ദി വെലോസിറ്റി ഡ്യൂറിങ് സി ഡി ആൻഡ് ബി സി. സി ഡി എന്നുള്ള സമയത്തും ബി സി എന്നുള്ള സമയത്തും വെലോസിറ്റി എത്രയാണ്? ശ്രദ്ധിച്ച് ഗ്രാഫൊക്കെ നോക്കിയല്ലോ. ആൻസറിലേക്ക് പോവാണ്. അതായത് ആദ്യത്തെ ചോദ്യം എന്നാ, ബോഡി മൂവ് ചെയ്യാത്ത ഭാഗം ഏതൊക്കെയാണ്? എ ബിയും സി ഡിയും വളരെ കൃത്യമാണ്, പൊസിഷൻ മാറുന്നില്ല. ഇവിടെ പൊസിഷൻ 5 മീറ്റർ തന്നെയാണ് എയിലും ബിയിലും. എ മുതൽ ബി വരെ പൊസിഷൻ 5 മീറ്റർ തന്നെയാണ്, ഇപ്പോൾ മാറുന്നില്ല. ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദിസ് സെക്ഷൻ എ ബി എന്ന് പറയുന്നത് ടൈം ആക്സിസിന് പാരലലാണ്, അതിൻ്റെ സ്ലോപ്പ് 0 ആണ്. അപ്പോൾ സ്ലോപ്പ് പാരലായ ടൈം ആക്സിന് പാരലായ സ്ലോപ്പ് 0 ആണ്. സ്ലോപ്പ് 0 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി 0 എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്നില്ല എ ബി. അതുപോലെ തന്നെ സി ഡി എന്ന് പറയുന്ന ഭാഗത്ത്
സി ഡി എന്ന് പറയുന്ന ഭാഗത്തും പൊസിഷൻ 10 തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്, 10 മീറ്ററിൽ തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്. സിയിലും 10 തന്നെ, ഡിയിലും 10 തന്നെ. അപ്പോൾ സി മുതൽ ഡി വരെ ഈ വസ്തു മൂവ് ചെയ്യുന്നില്ല, എ മുതൽ ബി വരെയുള്ള സെക്ഷനും മൂവ് ചെയ്യുന്നില്ല, റെസ്റ്റിലായിട്ടുള്ള ബോഡിയെ റെപ്രസെൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ ആദ്യത്തെ 3 സെക്കൻഡ് ഈ വസ്തു മൂവ് ചെയ്യുന്നില്ല, പിന്നെ 3 മുതൽ 5 വരെ മൂവ് ചെയ്തു, 5ാമത്തെ സെക്കൻഡ് മുതൽ 10ാമത്തെ സെക്കൻഡ് വരെ വീണ്ടും മൂവ് ചെയ്യാതെ റെസ്റ്റിലിരുന്നു. ഓക്കെ, ആദ്യത്തെ 3 സെക്കൻഡ് റെസ്റ്റിലായിരുന്നു, പിന്നെ 5 സെക്കൻഡ് വരെ മൂവ് ചെയ്തു, പിന്നെ 5 മുതൽ 10 സെക്കൻഡ് വരെ വീണ്ടും റെസ്റ്റിലാണ്, 10 മുതൽ 11 വരെ വീണ്ടും മൂവ് ചെയ്തു. ഇങ്ങനെയാണ് അവസ്ഥ പോകുന്നത്. നോക്കണം, അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചത് വിച്ച് പാർട്ട് ദി വെലോസിറ്റി ഈസ് നെഗറ്റീവ്. നിങ്ങൾക്ക് ഞാൻ പൊസിഷൻ ടൈം ഗ്രാഫ് ഒക്കെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നെഗറ്റീവ് സ്ലോപ്പുള്ള സ്ട്രേറ്റ് ലൈൻ വരിക, എങ്ങനെയാണ് പോസിറ്റീവ് സ്ലോപ്പുള്ള സ്ട്രേറ്റ് ലൈൻ വരിക. ഈ ഗ്രാഫിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബി സി എന്ന് പറയുന്നത് പോസിറ്റീവ് സ്ലോപ്പാണ്. ബി സി എന്ന് പറയുന്നത് പോസിറ്റീവ് സ്ലോപ്പുള്ള സ്ട്രേറ്റ് ലൈനാണ്. ഡി ഇ എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് എ നെഗറ്റീവ്ലി സ്ലോപ്പ്ഡ് സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഡി ഇ ആയിരിക്കും നെഗറ്റീവ് വെലോസിറ്റി ഉള്ള പാർട്ട്, ഡി ഇ. സി അവിടെ നിൽക്കട്ടെ, സി അടുത്ത സ്ലൈഡിൽ വരയ്ക്കുന്നുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ ഫൈൻഡ് വെലോസിറ്റി ഡ്യൂറിങ് സി ഡി ആൻഡ് ബി സി. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് സ്ലോപ്പാണ്, ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ ഫോർ സി ഡി എന്ന് പറഞ്ഞ റീജിയനിൽ സ്ലോപ്പ് ഇല്ല, സ്ലോപ്പ് 0 ആണ്. അതുകൊണ്ട് വെലോസിറ്റി 0 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെലോസിറ്റി 0 ആണ്, റെസ്റ്റിലാണ്, ബോഡി നോട്ട് മൂവ്. സി ഡി എന്ന് പറയുന്ന റീജിയനിലെ വെലോസിറ്റി കിട്ടി, ദാറ്റ് ഈസ് 0. ഇനി ബി സി, ഫോർ ബി സിക്കും ഈ ബി സി എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ്റെ സ്ലോപ്പ് കിട്ടിയാൽ സ്ലോപ്പ് കിട്ടണം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഏതെങ്കിലും 2 പോയിന്റ് എടുക്കും. ഞാൻ സി ബി എന്നുള്ള 2 പോയിന്റ് തന്നെ എടുക്കുകയാണ്. സിയിൽ ഞാൻ T2 എന്നും ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമിനെ T1 എന്ന് വിളിക്കുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് പൊസിഷൻ സിൻ്റെ പൊസിഷൻ x1, x2, ബിയുടെ പൊസിഷൻ x1. അപ്പോൾ x2 10 എന്ന് കിട്ടും, x1 5 എന്ന് കിട്ടും. ഞാൻ ബിയും സി 2 പോയിന്റാണ് കാണുന്നത്, സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട്. ഏത് 2 പോയിന്റും എടുക്കാം സ്ട്രേറ്റ് ലൈൻ. ഇവിടെ വാല്യൂസ് തന്നത് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് എത്തതും സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് എത്തും. സോ ബി സി എന്നുള്ള സ്ട്രേറ്റ് ലൈൻ്റെ സ്ലോപ്പ് കാണാൻ 10 minus 5 that is x2 minus x1 divided by T2 പറഞ്ഞ ഇവിടുത്തെ ടൈം, that is 5 minus 3, T2 minus T1, that is 5 minus 3. So 10 minus 5 പറഞ്ഞ 5 minus 3 പറഞ്ഞ 2, that is 5 by 2, that is 2.5 meter per second ആണ് ബി മുതൽ സി വരെയുള്ള ഭാഗത്ത് അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ the particle moved with a velocity 2.5 meter per second. ഇനി ഇതായിരിക്കും അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതെങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. ആദ്യം എ ടു ബി വെലോസിറ്റി 0 ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നോക്കുക, ആ എ ടു ബിയിൽ 3 സെക്കൻഡ് വരെയുള്ള ഭാഗം വെലോസിറ്റി 0, വെലോസിറ്റി 0. ഇത് വെലോസിറ്റിയാണ് ഈ ആക്സിസിൽ, വെലോസിറ്റി 0 ആണ് അവിടെ 3 സെക്കൻഡ് വരെ. ഇനി നോക്കുക, 3 മുതൽ 5 സെക്കൻഡ് വരെ പോസിറ്റീവ് സ്ലോപ്പുള്ള സ്ട്രേറ്റ് ലൈനാണ്. അപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈനാണ്, അതുകൊണ്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രേറ്റ് ലൈനാണ്, അപ്പോൾ അതുകൊണ്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് എന്താണ്? ഇത്രയാണ് ഇതിൻ്റെ സ്ലോപ്പ് ആയിരിക്കും. സ്ലോപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് 2.5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 3 മുതൽ 5 വരെ 2.5 മീറ്റർ പെർ സെക്കൻഡ് ഫിക്സഡ് വെലോസിറ്റിയാണ്, കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്. അതാണ് 3 മുതൽ 5 വരെ ഇങ്ങനെ ഈ ലൈൻ വന്നത്. 5 മുതൽ 10 വരെയുള്ള സമയത്ത് സി ടു ഡി സമയത്ത് എഗെയിൻ വെലോസിറ്റി 0 ആണ്, കാരണം സ്ലോപ്പ് 0 ആണ്. ഈ സി ഡി എന്ന് പറഞ്ഞ ലൈനിൻ്റെ സ്ലോപ്പ് 0 ആണ്, വെലോസിറ്റി 0 ആണ്. അപ്പോൾ 5 മുതൽ 10 വരെ വീണ്ടും വെലോസിറ്റി 0. 5 മുതൽ 10 വരെ കണ്ടോ വെലോസിറ്റി 0 എന്ന് വരച്ചിട്ട്. ഇനി 10 to 11, 10 മുതൽ 11 വരെ, 10 മുതൽ 11 വരെ, 10 മുതൽ 11 വരെ നോക്കുക. 10 മുതൽ 11 വരെ സ്ലോപ്പ് നെഗറ്റീവാണ്. സോ വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. ഇനി വെലോസിറ്റിൻ്റെ വാല്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ T2 ഈ 11 സെക്കൻഡിനെ T2 എന്നും 10 സെക്കൻഡിനെ T1 എന്നും വിളിച്ചു. T2 ഈസ് 11 സെക്കൻഡ്, T1 ഈസ് 10 സെക്കൻഡ്. അപ്പോൾ x2 എന്ന് പറഞ്ഞാൽ T2യിലുള്ള വാല്യൂ ആണ് എക്സിൻ്റെ. അപ്പോൾ 11 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആണ്. സോ x2 ഈസ് 2, T2 ഈസ് 11, x2 ഈസ് 2. ഇനി T1 ഈസ് 10, അപ്പോൾ x1 ഈസ് 10. x1 10 ആണ്, x2 2 ആണ്. അപ്പോൾ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 2 മൈനസ് 10 എന്ന് വരും. 2 മൈനസ് 10 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ 11 മൈനസ് 10. സോ 2 മൈനസ് 10 ഡിവൈഡഡ് ബൈ 11 മൈനസ് 10, ദാറ്റ് ഈസ് മൈനസ് 8 അത്, സോ ദാറ്റ് ഈസ് ഹിയർ -8. സോ -8 ആ വെലോസിറ്റി അങ്ങനെ നിൽക്കും.
അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യനിൽ, അത്ര ഭാഗമേ തന്നിട്ടുള്ളൂ. സോ അപ് ടു ഇ നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇയിലെത്തുമ്പോൾ ഡി ടു ഇ അതിൻ്റെ വെലോസിറ്റി -8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ ബി ടു സി ഇറ്റ് ഈസ് 2.5 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ -8 ആണ്, വെലോസിറ്റി കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒബ്ജക്റ്റ് ആദ്യം കുറച്ച് നേരം 3 സെക്കൻഡ് റെസ്റ്റിലിരുന്നു. പിന്നെ പെട്ടെന്ന് 5 സെക്കൻഡ് വരെ ഒരു ചെറിയ വേഗതയിൽ 2.5 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വേഗതയിൽ ഓടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അടുത്ത 10 സെക്കൻഡ് വരെ കുറേ സമയം അത് റെസ്റ്റ് ചെയ്തു. പിന്നീട് ഒരൊറ്റ സെക്കൻഡ് അത് 8 മീറ്റർ പെർ സെക്കൻഡ് -8 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഓടി എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു പോകും. അപ്പോൾ എന്തായിരിക്കും ഈ മോഷൻ? ആദ്യം വെറുതെ നിന്നു 3 സെക്കൻഡ്, പിന്നെ നേരെ പോസിറ്റീവ് ദിശയിൽ ഒരു 2 സെക്കൻഡ് നേരം 2.5 മീറ്റർ പെർ സെക്കൻഡിൽ നടന്നു അല്ലെങ്കിൽ മൂവ് ചെയ്തു. അപ്പോൾ ഒരു സ്ഥലത്തെത്തി. അങ്ങനെ എവിടെ എത്തിയത്? 5 മീറ്റർ പെർ സെക്കൻഡിലെത്തി. 5 സെക്കൻഡിലെത്തി. 2.5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഇങ്ങനെ മൂവ് ചെയ്തു. 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത കൂടി അവിടെ റെസ്റ്റിലായി നിന്നു, സ്റ്റോപ്പ് ചെയ്തു, മോഷൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ആ 10 സെക്കൻഡ് ആവണേ വരെ അടുത്തൊരു 5 സെക്കൻഡും കൂടി അവിടെ വിശ്രമിച്ചു. അവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷം വന്ന ദിശയിൽ, എതിർ ദിശയിൽ തന്നെ 8 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്തു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ സിറ്റുവേഷൻ. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഇത് ചെയ്തിട്ട് നിർത്താണ്. പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ x = t³ - 12t. ഫൈൻഡ് ആക്സിലറേഷൻ വെൻ v = 0. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. പൊസിഷൻ ടൈം റിലേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് t³ - 12t എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, t³ - 12t. ആക്സിലറേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്സിലറേഷനുള്ള ഇക്വേഷൻ ഉണ്ടാക്കണം നമ്മൾ. വെലോസിറ്റി 0 ആകുമ്പോൾ ആക്സിലറേഷനാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ വെലോസിറ്റി 0 ആകുന്നത് എപ്പോഴാണെന്ന് കണ്ടെത്തണമെങ്കിൽ വെലോസിറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പോൾ വെലോസിറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാം, ഈ പൊസിഷൻ ടൈം ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി വെലോസിറ്റി. ആ വെലോസിറ്റിക്കൽ ഇക്വേഷനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടുമെന്നും ഇപ്പോൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾക്ക് ഇതിൽ നിന്ന് വെലോസിറ്റി കാണും. അതിന് എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത് ഒരു 3rd ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പോൾ വെലോസിറ്റി കാണാൻ എളുപ്പവഴികളൊന്നുമില്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു dx/dt. നിങ്ങൾക്ക് t³ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാം, കുറേ വട്ടം ചെയ്താണല്ലോ. -12t. അപ്പോൾ ഈ 2 റൂളാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ സൈഡിലേക്ക് എടുത്തിട്ടതാണ് നിങ്ങൾക്ക് എപ്പോഴും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ d/dt of t³ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും, -d/dt of 12t. ഇതൊക്കെ നിങ്ങൾക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ t³ നമുക്കറിയാം, ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ a1 ആണ്, n 3 ആണ്. അപ്പോൾ 3 × 1 × t⁻³ - 1. അപ്പോൾ 3 × 1 × t⁻², 3t² എന്ന് വരും. 12t ചെയ്താൽ a12 ആണ്, t⁻1 ആണ് ഇവിടെ. അപ്പോൾ n1 ആണ്, a12 n1 ആണ്. അപ്പോൾ 1 × 12 × t⁻1 - 1. അപ്പോൾ 1 × 12 12 × t⁻1 - 1 t⁻0. അപ്പോൾ 12 t⁻0 എന്ന് പറഞ്ഞാൽ 12 എന്ന് വരും. സോ ടു ഫൈൻഡ് t³ a = 1 n = 3. ഇതൊക്കെ ഞാൻ സ്പീഡായിട്ട് പോവാണ്. t³ 3t² എന്ന് കിട്ടും. ടു ഫൈൻഡ് d/dt of 12t a12 എന്ന് കിട്ടും. a ക്യാപിറ്റൽ മാറിപ്പോയതാണ്, a സ്മാൾ ആണ് എഴുതേണ്ടത്. a12 എന്ന് കിട്ടും, t1 എന്ന് കിട്ടും. അപ്പോൾ d/dt of 12t ആണ് 12 × 1 × t⁻1 - 1 12 എന്ന് കിട്ടും. അപ്പോൾ 2 ടേമും കിട്ടി. അപ്പോൾ റിസൾട്ട് v = d/dt of t³ - d/dt of 12t എന്ന് പറഞ്ഞാൽ 3t² - 12. അപ്പോൾ വെലോസിറ്റിക്കൽ ഇക്വേഷൻ കിട്ടി. ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ v = 3t² - 12 എന്ന് കിട്ടി. ഇനി ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ ഇക്വേഷൻ കിട്ടും. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലെ ആക്സിലറേഷൻ കാണേണ്ടത്. പക്ഷെ ആക്സിലറേഷൻ കാണേണ്ടത് എപ്പോഴത്തെ ആക്സിലറേഷൻ ആണ്? ഇന്ന ടൈം എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടൈം തരികയല്ല ചെയ്തത്. പകരം വെലോസിറ്റി 0 ആകുന്ന സമയത്ത് ആക്സിലറേഷൻ കാണണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? വെലോസിറ്റി എപ്പോഴാണ് 0 ആവുന്നതെന്ന് കണ്ടെത്തണം. വെലോസിറ്റിന്റെ ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്, v = 3t² - 12. ഇതെപ്പോഴാണ് 0 ആവുക എന്ന് കണ്ടെത്തണമെങ്കിൽ vക്ക് 0 എന്ന് കൊടുക്കണം, എന്നിട്ട് t കാണണം. vക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എന്നിട്ട് t കാണണം ഈ ഇക്വേഷനിൽ നിന്നും. അത് ചെയ്ത് നോക്കാം. vക്ക് 0 എന്ന് കൊടുത്താൽ നമുക്ക് പറയാം vക്ക് 0 എന്ന് കൊടുക്കും. v = 0 ഇംപ്ലൈസ്, ഇങ്ങനെ എഴുതിയാൽ വിച്ച് ഇംപ്ലൈസ്, ഇത് ഇങ്ങനെ എഴുതിയിട്ട് ആരോട്ട് അതിൻ്റെ അർത്ഥം ഇതിൽ നിന്നും കിട്ടുന്നത് എന്നാണ്. ദിസ് ഇംപ്ലൈസ് എന്നാണ്.
സോ 3t² മൈനസ് 12 0 എന്നാണ് അതിൻ്റെ അർത്ഥം. b ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 3t² മൈനസ് 12 സമം 0 എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ 3t² എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 12, ഈ മൈനസ് 12 സമചിഹ്നത്തിന് പുറത്ത് പോകും, പ്ലസ് ആവും. സോ 3t² ഇസ് ഈക്വൽ ടു 12 എന്ന് വരും. ഓക്കെ, 0 പ്ലസ് 12 എന്നാണ് വരിക, 12 ആണ്. 3t² ഇസ് ഈക്വൽ ടു 12. ഈ സ്റ്റെപ്പ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. ഇനി ഈസിയാണ്. 3t² 12 ആണെന്നുണ്ടെങ്കിൽ t² കാണണമെങ്കിൽ 2 ഭാഗം 3 കൊണ്ട് ഹരിക്കുക, 2 ഭാഗം 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ 3 ക്യാൻസൽ ചെയ്ത് പോകും, t² മാത്രമാവും. ഇവിടെ 3 കൊണ്ട് ഹരിച്ചാൽ 12 ഹരിക്കണം 3 എന്ന് വരും. അപ്പോൾ അതിൽ നിന്ന് t² ഇസ് ഈക്വൽ ടു 12/3 എന്ന് കിട്ടി. രണ്ട് സൈഡും 3 കൊണ്ട് ഹരിച്ചതാണ്. t² ഇസ് ഈക്വൽ ടു 12/3. അപ്പോൾ 12/3 4 ആണ്. സോ t ഇസ് ഈക്വൽ t² 4 എന്ന് കിട്ടി. t² 4. ദാറ്റ് ഇംപ്ലൈസ് t² 4 എന്ന് പറഞ്ഞാൽ t അതിൻ്റെ റൂട്ട് കാണണം. റൂട്ട് ഓഫ് 4, റൂട്ട് 4 2 ആണ്. സോ പ്ലസ് ഓർ മൈനസ് 2 ആണ് വരിക. +2 ആയാലും -2 ആയാലും അതിനെ സ്ക്വയർ ചെയ്താൽ 4 കിട്ടും. സോ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ -2 എന്നാണ് എഴുതേണ്ടത്. പക്ഷെ ടൈമാണ് നമ്മൾ കാണുന്നത്, നെഗറ്റീവ് ആയിട്ട് ടൈം വരില്ല. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കും. സോ t ഈക്വൽ ടു 2 സെക്കൻഡ് എന്ന് എടുക്കും. ഇങ്ങനെ t 2 സെക്കൻഡ് കിട്ടിയെന്ന് നോക്കി മനസ്സിലാക്കിയേ. അപ്പോൾ v ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ വീക്കുള്ള ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് വെലോസിറ്റി എപ്പോഴാണ് 0 ആവുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം വെലോസിറ്റി 0 ആവുമ്പോൾ ആ സമയത്തുള്ള ആക്സലറേഷൻ ആണ് കാണേണ്ടത്. വെലോസിറ്റി 0 ആവുന്ന ടൈം കണ്ടെത്തണം. അതിന് ഈ ഇക്വേഷനിൽ വെലോസിറ്റിക്ക് 0 എന്ന് കൊടുക്കുക, t കാണും. അപ്പോൾ t 2 സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, t 2 സെക്കൻഡ് എന്ന്. ഇനി പ്രശ്നമില്ല, ഇനി ആക്സലറേഷനുള്ള ഇക്വേഷൻ ഉണ്ടാക്കണം. അതിന് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. വെലോസിറ്റിയുടെ ഇക്വേഷനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷനുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ ആക്സലറേഷനുള്ള ഇക്വേഷൻ കാണാം. അപ്പോൾ v 0 ആവുന്നത് t 2 സെക്കൻഡിലാണ്. ഇനി v ഈക്വൽ ടു 3t² മൈനസ് 12 എന്നാണ്. അപ്പോൾ ആക്സലറേഷൻ കാണണമെങ്കിൽ വെലോസിറ്റിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ d/dt ഓഫ് v എന്ന് പറഞ്ഞാൽ d/dt ഓഫ് 3t² മൈനസ് 12. പഴയ റൂളുകൾ ഉപയോഗിച്ച് ഇത് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. d/dt ഓഫ് 3t² മൈനസ് d/dt ഓഫ് 12 എന്ന് വരുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 2 ഇൻറ്റു, അതായത് n 2 ആണ്, a 3 ആണ്. അപ്പോൾ n ഇൻറ്റു a ഇൻറ്റു t റേസ് ടു n മൈനസ് 1. സോ 2 ഇൻറ്റു 3 ഇൻറ്റു t റേസ് ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ, ഈ 2 മൈനസ് 1 മുകളിലാണ് വരട്ടെ. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കറക്റ്റ് ചെയ്തുതരാം. So it is 3 into 2 into t raised to 2 minus 1. അതാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ കിട്ടി. d/dt ഓഫ് 12 0 ആയിരിക്കും. നിങ്ങൾ പഠിച്ചതാണ്, കോൺസ്റ്റന്റ് ആണ്. 12 എന്ന് പറയുന്ന നമ്പറാണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അപ്പോൾ 0 കിട്ടും. അപ്പോൾ -0. അപ്പോൾ ഇത് ചെയ്താൽ 2 into 3 6, t raised to 2 minus 1 എന്ന് പറഞ്ഞാൽ t raised to 1. So it is 6t. അവിടെ ഒന്നും സംശയിക്കാനൊന്നുമില്ല. അപ്പോൾ ആക്സലറേഷൻ ഇക്വേഷൻ കിട്ടി, a equal to 6t. അപ്പോൾ ഏത് സമയം തന്നാലും ഇനി നിങ്ങൾക്ക് ആക്സലറേഷൻ കാണാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഏത് സമയത്തുള്ള വെലോസിറ്റി കാണാൻ ഇത് ഉപയോഗിക്കാം. നമ്മളോട് ചോദിച്ചത് വെലോസിറ്റി 0 ആകുമ്പോൾ ആക്സിലറേഷൻ എത്രയാണ്. അപ്പോൾ വെലോസിറ്റി 0 ആകുമ്പോഴുള്ള ടൈം എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, 2 സെക്കൻഡ് ആണ്. കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടല്ലോ. 2 സെക്കൻഡ് ആകുമ്പോഴാണ് വെലോസിറ്റി 0 ആവുന്നത്. അപ്പോൾ 2 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി 0 ആവും. t ഈക്വൽ ടു 2 സെക്കൻഡ് ആണ് എടുക്കേണ്ടത്. ആ സമയത്ത് ആക്സിലറേഷൻ കാണണമെങ്കിൽ i2 എന്നുള്ളത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 6 into 2 12 meter per second square. So the answer will be 12 meter per second square. So the acceleration will be 12 meter per second square when the velocity of the particle is 0, and that happens at a time t equal to 2 seconds. മോഷൻ തുടങ്ങി 2 സെക്കൻഡ് കഴിയുമ്പോൾ ആ പാർട്ടിക്കിളുടെ വെലോസിറ്റി 0 ആകും. ആ സമയത്ത് അതിൻ്റെ ആക്സലറേഷൻ 12 meter per second square ആണ്. ഈ ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ദിസ് എ തേർഡ് ഡിഗ്രി ഇക്വേഷൻ. ഇവിടെ പൊസിഷൻ ടൈം ഇക്വേഷൻ തേർഡ് ഡിഗ്രിയാണ്. ഇവിടെ അതാണ് t³ ആണ്. t³ വന്നാൽ ഇതിന്റെ വെലോസിറ്റി ടൈം ഇക്വേഷൻ t² വരും. ഇതിന്റെ ആക്സലറേഷൻ ടൈം ഇക്വേഷനിൽ t ഉണ്ടാവും. അപ്പോൾ ആക്സലറേഷൻ യൂണിഫോം അല്ല, കോൺസ്റ്റന്റ് അല്ല, സമയത്തിനനുസരിച്ച് മാറുന്ന ഇതൊരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ അല്ല. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷന്റെ പൊസിഷൻ ടൈം റിലേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ ബി എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ അല്ല കേട്ടോ. ഇത് ആക്സലറേഷനും കോൺസ്റ്റന്റ് അല്ലാത്ത മോഷനാണ്. ഓക്കെ, ഏതായാലും ഈ ആൻസർ ചെയ്ത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇതാണ് നമ്മൾ
ഫൈനൽ ആൻസർ. ഇത്രയും മാത്രമാണ് ഇന്ന് പറയാൻ ചെയ്തത്. ഇന്ന് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് നോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ HSS റിപ്പോർട്ടർ എന്നുള്ള സൈറ്റിൽ ഞാൻ ഇതൊന്ന് മാറട്ടെ. ഓക്കെ, HSS റിപ്പോർട്ടറിൽ അതൊരു വെബ്സൈറ്റാണ്. കുറേ ഒരു ഫിസിക്സിൻ്റെ ടീച്ചർ ക്രിയേറ്റ് ചെയ്തൊരു ബ്ലോഗാണ്. അതിൽ കുറേ ടീച്ചേഴ്സിൻ്റെ നോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓറിയൻ്റൽ സ്കൂളിലെ കാമിൽ സാർ നമ്മളൊരു സുഹൃത്താണ്. കാമിൽ മാഷിൻ്റെ ഒരു നോട്ട് ഉണ്ടായിരുന്നു. നല്ല നോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ നോട്ട് തരാം, എന്നിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾക്കത് എൻ്റെ ക്ലാസ്സുമായിട്ട് ആ നോട്ട് മാച്ചായി പോകുന്നില്ല എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ സ്വന്തം നോട്ട് തന്നെ തരാം. അത് ഏകദേശം ഞാൻ ഉണ്ടാക്കുന്ന നോട്ടിൻ്റെ അതേപോലെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇനി മുതൽ ആ നോട്ട് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതടുത്ത് തന്നെ തരാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പഠിച്ചത്. കുറേ മാത്സും കുറേ ഡെറിവേഷൻസും മീൻസ് കുറേ പ്രോബ്ലംസും ഒക്കെ ചെയ്തിട്ടുണ്ട്. വെറുതെ ക്ലാസ് കേട്ട് പോവരുത്. ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത ലിങ്കും ഉണ്ട്, നിങ്ങൾക്ക് തരും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസും ഇതിൽ പറഞ്ഞ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളുടേതായ ഭാഷയിൽ എവിടെയെങ്കിലും എഴുതി വെച്ച് അത് നിങ്ങൾ മനസ്സിലാക്കണം. നോട്ടിൽ എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോട്ടിൽ വന്നോളണമെന്നില്ല. നോട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിലൂടെ കടന്നു പോകുന്ന രീതിയിലായിരിക്കും നോട്ട് ഉണ്ടാവുക. നിങ്ങളെ പരീക്ഷയ്ക്ക് നോർമൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ ആൻസർ ചെയ്യാൻ ആ നോട്ട് മതിയാവും. പക്ഷേ ഒരു എക്സ്ട്രാ ഒരു കുറച്ചും കൂടി ഒരു ഔട്ട്സ്റ്റാൻഡിങ് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്കിതിൽ പറഞ്ഞ പല കാര്യങ്ങളും, ഈ ഇക്വേഷൻ കണ്ടാൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയെന്ന് പറയാനുള്ളത്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളത്, ഈ എബിലിറ്റിയൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് ആ ലെവലിൽ തന്നെ പഠിച്ചു പോകണം. കഴിയുന്നവരൊക്കെ ആ ലെവലിൽ പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എടുത്തത് വെറുതെ ലാഘവത്തോടെ കളയാതെ ഇന്നും ഇന്നലെയും ഇപ്പോൾ ഈ കഴിഞ്ഞ 3 ക്ലാസ്സും മോഷൻ ഇൻ 1 ഡയമെൻഷൻ്റെ ഫൗണ്ടേഷൻ തറോ ആക്കാൻ പറ്റുന്ന 3 ക്ലാസ്സാണ്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. വീണ്ടും ക്ലാസ് കാണാൻ പറ്റിയാൽ നിങ്ങൾ കണ്ടു നോക്കുക. മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അത് ചോദിക്കാം. പിന്നെ എങ്ങനെ തറോ ആയിട്ട് കൺസെപ്ച്വലി ഫിസിക്സ് മനസ്സിലാക്കി തന്നെ പഠിക്കാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് പറയാം, അല്ലെങ്കിൽ ഞാൻ പോയിന്റ് അപ്പ് ചെയ്യും. ഓക്കെ.